ഇന്നത്തെ നമ്മുടെ വിഷയം സൂക്ഷ്മ ജലസേചനത്തിന്റെ നൂതന രീതികളാണ്. നമുക്ക് ഏവർക്കും അറിയാം ലഭ്യമാകുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് നമ്മുടെ ശരാശരി മഴയുടെ തോതെന്ന് പറയുന്നത് 3060 mm ആണ്. എന്തുകൊണ്ടും ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് മഴ പെയ്യുന്ന ദിനങ്ങൾ 120 ദിവസങ്ങളാണ്. ഇതിൽ നിന്ന് ലഭ്യമാകുന്ന മഴയുടെ തോതെന്ന് പറയുന്നത് 116.5 ഘനമീറ്റർ ക്യൂബാണ്. അതായത് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ തീരദേശം, ഇടനാട്, മലനാട് അങ്ങനെ കേരളത്തെ വടക്ക് മുതൽ തെക്ക് വരെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചു കഴിഞ്ഞാലും 900 mm തൊട്ട് 6000 mm വരെ മഴ ലഭിക്കുന്ന വിവിധ ജില്ലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി കിടക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ സീസൺ, അതായത് നമ്മുടെ മഴ ലഭിക്കുന്ന വിവിധ സീസണുകളെ പറ്റിയാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നമുക്കറിയാം, ജൂൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് 87% മഴയാണ് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ തുലാവർഷം എടുത്തു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 20%, കുറച്ച് നമുക്ക് വേനൽ മഴയും ലഭ്യമാകുന്നുണ്ട്. ഇനി നമുക്ക് ലഭ്യമാകുന്ന, അതായത് നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്ന ആദ്യത്തെ ഒരു സോഴ്സ് ആയിരുന്നു മഴ. അതുപോലെ നദികൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കേരളത്തിൽ മൊത്തം 44 നദികളാണ് ഉള്ളത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 നദികളും കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളുമാണ്. അതായത് ശരാശരി ഒരു വർഷം കിട്ടുന്ന മഴവെള്ളത്തിന്റെ തോതെന്ന് പറയുന്നത് 70,323 മില്യൺ ക്യൂബിക് മീറ്റർ ക്യൂബാണ്. അതായത് ഇനി നമുക്ക് ഭൂഗർഭജലത്തിന്റെ കണക്കെടുത്താലോ? കേരളത്തിൽ ലഭ്യമാകുന്ന ഭൂഗർഭജലത്തിന്റെ തോതെന്ന് പറയുന്നത് 5590 മില്യൺ ക്യൂബിക് മീറ്റർ ക്യൂബ്. നദികൾ കൂടാതെ നമുക്ക് ധാരാളം കിണറുകളുമുണ്ട്. കിണറുകളുടെ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ തീരദേശത്തിൽ 200ഓളം മീറ്റർ, അതായത് 200ഓളം കിണറുകൾ മീറ്റർ സ്ക്വയർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇടനാടിലാണെങ്കിൽ 150ഓളം കിണറുകൾ മീറ്റർ സ്ക്വയർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നു. മലനാടിലോ 70ഓളം കിണറുകൾ മീറ്റർ സ്ക്വയർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇനി നമുക്ക് മൊത്തത്തിൽ വിവിധ വിളകളിലെ ജലസേചന പ്രദേശങ്ങൾ, അതായത് എത്ര ഹെക്ടർ ഏരിയയിലേക്കാണ് ഓരോ വിളകളിലും ജലസേചനം നൽകപ്പെടുന്നത്, വിവിധ കണക്കുകൾ, അതായത് 2015-16 മുതൽ 2017-18 വരെയുള്ള വർഷങ്ങളിലെ കണക്കുകൾ എടുത്തു നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം എന്താ പറയാ, വിവിധ വിളകളിലെ ജലസേചന പ്രദേശങ്ങളുടെ തോത് കൂടി വരുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. 2015-16 4,83,648 ഹെക്ടർ പ്രദേശത്തിൽ നിന്നും 5,39,874 അത് ഉയർന്നിരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ആ തോതെടുത്ത് നോക്കിയാലോ? ഇന്ത്യയിൽ നമുക്ക് ശരാശരി ലഭ്യമാകുന്ന മഴ 125 സെന്റിമീറ്റർ ആണ്. അതുപോലെ ആഗോളതല മഴ ലഭ്യത 800 mm. നമുക്ക് അതായത് ഭൂഗോളത്തിൽ ആകമൊത്തം ലഭ്യമാകുന്ന മഴയുടെ ലഭ്യതയാണ് 800 mm. നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിലെ മഴകളുടെ ലഭ്യത തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇവിടെ എല്ലാം ലഭിക്കുന്ന മഴയുടെ തോതും കേരളത്തിന്റെ മഴയുടെ തോതും തമ്മിൽ തുലനം ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. അതായത് ദേശീയ ശരാശരിയുടെ 2.5 ഇരട്ടി മഴയും തമിഴ്നാടിനെ അപേക്ഷിച്ച് 3 ഇരട്ടി മഴയും രാജസ്ഥാനെ അപേക്ഷിച്ച് 5 ഇരട്ടി മഴയുമാണ് കേരളത്തിൽ ലഭ്യമാകുന്നത്. നമുക്കറിയാം ഇത്രയും അധികം മഴ ലഭിക്കുന്നുണ്ട്. നമുക്ക് 2016 കണക്കെടുക്കുകയാണെങ്കിൽ കടുത്ത വരൾച്ച സംസ്ഥാനമായിരുന്നു കേരളം. കേരളത്തിൽ നമുക്ക് നെല്ല്, വാഴ, പച്ചക്കറി, ഏത് വിളകൾ എടുത്തു നോക്കിയാണെങ്കിലും കംപ്ലീറ്റ് ക്രോപ്പ് ലോസ് റിപ്പോർട്ട് ചെയ്തൊരു വർഷമായിരുന്നു 2016. 2017 അതുപോലെ തന്നെ വരൾച്ചയായിരുന്നു. 18 ആയപ്പോഴത്തേക്കും നമുക്ക് പ്രളയമായി. 19 ഇതേപോലെ തന്നെ കടുത്ത മഴയും വെള്ളക്കെട്ടും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ജില്ലകളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാലാവസ്ഥ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ശക്തമായ മഴ ലഭിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ വിവിധ മാസങ്ങളിൽ നമുക്ക് കടുത്ത കേരളത്തിൽ ഇത്രയും അധികം മഴ, നദികൾ, കിണറുകൾ, ഇങ്ങനെ ധാരാളം ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ജലപ്രതിസന്ധി ഉണ്ടാവുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ്. അതായത് ചെരിഞ്ഞ ഒരു ഭൂപ്രദേശമാണ് കേരളത്തിൻ്റെത്. മഴ പെയ്ത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ അത് മഴ പതിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിന്. അതായത് ഒരു ചെരിഞ്ഞ ഭൂപ്രദേശമാണ് കേരളത്തിൻ്റെത്. അതുകൊണ്ടാണ് മണ്ണ് ജല സംരക്ഷണ വിഭാഗക്കാർ പറയുന്നത് ചെരികിന് കുറുകെ കയ്യാല കെട്ടി നിങ്ങൾ കൃഷി സ്വായത്തമാക്കുക, അതുപോലെ തന്നെ മഴക്കുഴികൾ, മോയ്സ്ചർ കൺസർവേഷൻ പിറ്റ് എന്നിവ എടുക്കുക എന്നുള്ള പല നിർദ്ദേശങ്ങളും നമ്മൾ കർഷകർക്ക് നൽകാറ്.
പ്രകൃതി നമ്മുടെ ജലപ്രതിസന്ധിക്ക് നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ മറ്റ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മൾ എന്താ പറയാ നമ്മുടെ നവീകരണത്തിനായി മനുഷ്യരുടെ നവീകരണത്തിനായി ചെയ്യുന്ന പല സൗകര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ കാരണമാകാറുണ്ട്. ഒന്ന് വനനശീകരണം. വനനശീകരണം പല പല കാരണങ്ങൾക്കായി പല സൗകര്യങ്ങൾക്കായി നമ്മൾ വനനശീകരണം ആഗോളതലത്തിൽ ഉണ്ടാകാറുണ്ട്. രണ്ടാമത് പാടം നികത്തൽ അതായത് ഏറ്റവും അധികം നമുക്കറിയാം ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു വിളയാണ് നെല്ലെന്ന് പറയുന്നത്. നെല്ലിൽ നമ്മൾ ജലം കെട്ടി നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. അപ്പൊ പാടം നികത്തുന്നതിലൂടെ നമുക്ക് തൊട്ടടുത്ത ഭൂപ്രദേശങ്ങളിൽ ധാരാളം ജലം ലഭ്യമാവുകയും അങ്ങനെ കൃഷി കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നു. അപ്പൊ നമ്മൾ നെൽകൃഷി നഷ്ടത്തിലായതിനാൽ മിക്ക കർഷകരും പാടം നികത്തുന്നു. അപ്പൊ ഭൂഗർഭ ജലത്തിന്റെ മാത്രമല്ല മറ്റ് ജലാശയങ്ങളിലെ അളവുകളും ഇതിലൂടെ കുറയാൻ കാരണമാകുന്നു. മണൽവാരൽ. മണ്ണും ജലവും പരസ്പരം പൂരകങ്ങളാണ്. അതേപോലെ തന്നെ മണ്ണിനും ജലത്തെ പിടിച്ചു നിർത്തുന്നതിനുള്ള ശേഷിയുണ്ട്. അപ്പൊ മണൽവാരൽ എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നതിലൂടെ തന്നെ നേരിട്ട് ജലപ്രതിസന്ധിയിലേക്ക് ഇത് വഴിതെളിക്കുന്നു. കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കൽ. നമുക്കറിയാം നീർമറി പ്രദേശങ്ങൾ വാട്ടർഷെഡ് ഏരിയ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നീർച്ചാലുകളിലൂടെ നീർവഴികളിലൂടെയും വരുന്ന വെള്ളങ്ങളും ഭൂപ്രദേശങ്ങളും കാച്ച്മെന്റ് ഏരിയയിലുമാണ് കൃഷി ഏറ്റവും അധികം വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കുന്നതും ജലപ്രതിസന്ധിക്ക് നേരിട്ട് കാരണമാകാറുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു അറിവിലേക്കായിട്ട് പോകാം. ഒരു ടൺ ഉണങ്ങിയ മണലിൽ 295 ലിറ്റർ ജലം പിടിച്ചു നിർത്താനായി സാധിക്കും. അതേപോലെ തന്നെ ഒരു ടൺ ചെമ്മണ്ണിൽ 317 ലിറ്റർ ജലം പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ വിവിധ മണ്ണുകളുടെ സ്വഭാവ ഗുണം, അതായത് മണ്ണിന്റെ സ്വഭാവ ഗുണം അനുസരിച്ച് അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലത്തിന്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇനി ജലം നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ജലം ഉപയോഗിക്കാറുണ്ട്. ജലസേചനത്തിനായിട്ട് ഫാം ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഗാർഹിക ആവശ്യത്തിനും വ്യാവസായിക ആവശ്യത്തിനും പല രീതിയിലേക്ക് നമ്മൾ ജലം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ലഭ്യമാകുന്ന മഴവെള്ളത്തിന്റെ 45% സംരക്ഷിച്ചാൽ മാത്രമേ മേൽപ്പറഞ്ഞ ആവശ്യകത നമുക്ക് നിറവേറ്റാനായി സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പൈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പല മേഖലകളിലേക്ക്, അതായത് കൾട്ടിവേറ്റേഴ്സ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ പർപ്പസ്, കൊമേഴ്സ്യൽ പർപ്പസ്, മറ്റ് വിഭാഗങ്ങൾക്ക് എത്ര ശതമാനം ജലമാണ് വേണ്ടി വരിക എന്നുള്ളതിന്റെ കണക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ വളരെ സുപരിചിതമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഈ ഒരു ചിത്രം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ആകെ മൊത്തവും ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സംസ്ഥാനം. എന്നിട്ടും ഗാർഹിക ആവശ്യത്തിനും കുടിവെള്ളത്തിനും കൂടി നമ്മൾ ടാങ്കർ ലോറികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ സ്ഥിതിവിശേഷം കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പല പ്രദേശങ്ങളിൽ, അതായത് ഇന്ത്യയിലെ തന്നെ മധ്യപ്രദേശിൽ മാണ്ടു എന്നൊരു സ്ഥലത്ത് ഗാർഹിക ആവശ്യത്തിന് വേണ്ടി സ്ത്രീകൾ ഭൂഗർഭജലം എടുക്കുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം ഈ അവസ്ഥ വരൾച്ചാഘട്ടം കാണിക്കുന്ന ഒരു ചിത്രം. വളരെയധികം എന്താ പറയാ സബ്സർഫസ് ഡൈക്ക്, മണ്ണ് ജലസംരക്ഷണത്തിന് വേണ്ടി സബ്സർഫസ് ഡൈക്ക് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ഒരു നദിയാണ്. എന്നിട്ട് കൂടി അവിടെ കടുത്ത വരൾച്ച നേരിടുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ള സംഭരണത്തിന്റെ ഒരു പ്രതിഭാസമാണ്. നമ്മൾ എല്ലാവരും തന്നെ പാലിക്കേണ്ട ഒരു പ്രക്രിയയാണ് മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ള സംഭരണം ഉറപ്പാക്കുക. അതായത് ഗട്ടറിലൂടെ വരുന്ന വെള്ളം കളക്ഷൻ ടാങ്ക് വഴി ഒന്നുകിൽ ഫെറോസിമെന്റ് ടാങ്കിലേക്ക് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പൊട്ടക്കിണർ, ആഗീരണ കുഴി, ചാല്, പൈപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നിലവിൽ കിണറുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ചാനൽ വഴി നമ്മൾ അതിനെ റീചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊന്നും സാധ്യമല്ലെങ്കിൽ മേൽക്കൂരയിൽ നിന്നും വരുന്ന മഴവെള്ളം പാത്തി വഴി പൈപ്പിലൂടെ നമ്മുടെ ചെടിയുടെ ചോട്ടിലേക്ക് ഒരു ബേസിൻ എടുത്ത് അല്ലെങ്കിൽ ഒരു തടം എടുത്ത് അതിലേക്ക് റീചാർജ് ചെയ്യാനായി എല്ലാവരും ശ്രമിക്കണം. അതായത് മഴവെള്ളം ശേഖരിക്കുക, സംഭരിക്കുക, ഭൂജല പോഷണം ചെയ്യുക.
ഇനി നമ്മൾ നേരിട്ട് ജലസേചനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഇതുവരെ നമ്മൾ ഒരു പൊതുവിവരം, അതായത് കാർഷിക മേഖലയിലെ ജലാവശ്യവും വിവിധ ജലസ്രോതസ്സുകളെ പറ്റിയുള്ള ഒരു പൊതുവിവരം നമ്മൾ ശേഖരിച്ചു. ഇനി നമ്മൾ എന്താണ് ജലസേചനം, കാർഷിക മേഖലയിലേക്ക് നമ്മൾ നേരിട്ട് എന്തുകൊണ്ട് ജലസേചനം വേണമെന്ന് പറയുന്നത്. നമുക്കറിയാം കൃഷി നമ്മൾ അതായത് മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതി. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ഇറിഗേറ്റഡ് അഗ്രികൾച്ചർ. അതായത് വേനൽക്കാലങ്ങളിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലം ചെടിയുടെ വേരുകളുടെ ചോട്ടിലേക്ക് ഏതെങ്കിലും വിധേന എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിനാണ് നമ്മൾ ജലസേചനം എന്ന് പറയുന്നത്. അതായത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ജലം നമ്മൾ നൽകണം, അവയുടെ വളർച്ചയ്ക്ക് നമ്മൾ കൃത്യമായി വേരിന്റെ ചുവട്ടിൽ എത്തിക്കണം. ചെടികൾ ആഹാരം പാകം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അന്നജം പാകം ചെയ്യുന്നത് പ്രോസസ്സിന് നമ്മൾ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നത്. അതിൽ മണ്ണ്, മണ്ണിലെ ധാതു ലവണങ്ങൾ, മൂലകങ്ങൾ അത് എന്നിവ അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ വരൾച്ചാ ഘട്ടങ്ങളിലും ജലം ലഭ്യമല്ലാത്ത ഒരു അവസരത്തിലും ജലം ചെടികളുടെ വേരുകളുടെ ചോട്ടിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അതിന്റെ ആഹാരം, അതായത് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിനെ അത് നേരിട്ട് ബാധിക്കുകയും വളർച്ചയെ നേരിട്ട്, അതായത് വളർച്ചയ്ക്ക് കോട്ടം തട്ടുകയും ചെടി വരണ്ടു പോകാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനും കാരണമാകും. അങ്ങനെ നമുക്ക് ജലസേചന രീതികളെ പ്രധാനമായും മൂന്നായി തിരിക്കാം. ഉപരിതല ജലസേചനം, അന്തർതല ജലസേചനം, സൂക്ഷ്മ ജലസേചനം. അതായത് ഉപരിതല ജലസേചനത്തിന് നമ്മൾ സർഫസ് ഇറിഗേഷൻ, അന്തർതല ജലസേചനം അഥവാ സബ്സർഫസ് ഇറിഗേഷൻ, സൂക്ഷ്മ ജലസേചനം അഥവാ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ആഗോളതലത്തിൽ ലഭ്യമാകുന്ന ജലത്തിന്റെ 80% ജലവും കാർഷിക മേഖലയിലേക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 80% ജലസേചന രീതികളും കൃഷിക്കാർ അവലംബിച്ചു വരുന്നത് ഉപരിതല ജലസേചന രീതികളാണ്. അതായത് സാധാരണ രീതിയിലുള്ള ജലസേചന രീതികൾ മാത്രമാണ് കർഷകർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ സാധാരണ രീതിയിലുള്ള ജലസേചന രീതികൾ? അതായത് പരമ്പരാഗത ജലസേചന രീതികൾ എന്തൊക്കെയാണ്? ഒന്ന്, തടം നന, ചാലുനന, വൃത്തത്തിൽ ചാല് കീറിയിട്ടുള്ള നന, കണ്ടം മുഴുവനും വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള നന. അതായത് നമുക്ക് ബേസിൻ ഇറിഗേഷൻ, ചാനൽ ഇറിഗേഷൻ, ഫ്ലഡ് ഇറിഗേഷൻ എന്നിങ്ങനെ പല രീതികളിൽ ഇതിനെ പറയാനായി സാധിക്കും. ഇതിലെല്ലാം ജലം ഒഴുകി ചെടികളിലേക്ക് എത്തപ്പെടുന്നത് ഗ്രാവിറ്റി പ്രഷർ, അതായത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രമാണ്. അതായത് ചെരിവുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ജലം പല രീതികളിൽ ചാലുകൾ വഴി നിയന്ത്രിക്കപ്പെട്ട് ചെടികളുടെ ചോട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ ഉപരിതല ജലസേചന രീതി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കൂടുതൽ ജലം കൂടുതൽ സമയമെടുത്ത് കുറഞ്ഞ കൃഷിഭൂമിയിലേക്കാണ് ഉപയോഗിക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നാൽ ഇതിന്റെ ജലസേചന ക്ഷമത, അതായത് ഉപരിതല ജലസേചനത്തിന്റെ ജലസേചന ക്ഷമത എന്ന് പറയുന്നത് 35 മുതൽ 45% മാത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള ജലം, മിച്ചമുള്ള ശേഷിച്ച ജലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് മണ്ണൊലിപ്പിനും കാരണമാകുന്നു. മണ്ണൊലിപ്പിന് കാരണമാകുമ്പോൾ അതായത് റൺ ഓഫ് വഴി നമ്മുടെ മേൽമണ്ണിനോടൊപ്പം തന്നെ ജലവും നഷ്ടപ്പെട്ടു പോകുന്നു. മേൽമണ്ണിലാണ് ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മണ്ണൊലിപ്പിലൂടെ ജലവും മൂലകങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതും ചെടിയുടെ വളർച്ചയെ ബാധിക്കുന്നു. അപ്പൊ 35 മുതൽ 45% മാത്രമേ ചെടികൾക്ക് ലഭ്യമാവുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ജലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നീരാവിയായി പോകുന്നു, ഇവാപറേഷൻ, ട്രാൻസ്പിരേഷൻ, സ്വേദനം വഴി ജലം നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണൊലിപ്പ് വഴി ജലം നഷ്ടപ്പെട്ടു പോകുന്നു. കുറച്ച് ജലം പെർക്കുലേഷൻ, ഉപരിതല ജലം ഭൂഗർഭ ജലമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ വിവിധ രീതികളിൽ നഷ്ടപ്പെടുന്ന ജലത്തിന്റെ കണക്ക് കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? കൂടുതൽ സമയമെടുത്ത് കുറഞ്ഞ കൃഷിഭൂമിയിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അന്തർതല ജലസേചനം? അതായത് ഭൂമിയുടെ ഉപരിതലത്തിന് അല്പം അടിയിലൂടെ തുറന്ന ചാലുകൾ വഴിയോ ഭൂമിക്ക് അടിയിലൂടെ പൈപ്പുകൾ വഴിയോ ജലം എത്തിക്കുന്ന രീതിയാണ് അന്തർതല ജലസേചനം. ചിത്രത്തിൽ നിന്ന് നമുക്കത് വ്യക്തമാക്കാൻ സാധിക്കും. അതായത് നിശ്ചിത ആഴത്തിൽ പൈപ്പുകൾ മുഖേന നമ്മൾ എത്തിക്കുന്ന സംവിധാനം. ഇപ്പോൾ നിലവിൽ സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസും നിലവിലുണ്ട്. അതായത് ഗവേഷണ സ്ഥാപനങ്ങൾ, റിസർച്ച് സെന്റേഴ്സ് എല്ലാം വിവിധ രീതികളിലുള്ള നൂതന ജലസേചന രീതികൾ ഇപ്പോൾ കാർഷിക മേഖലയിൽ അവലംബിച്ച് വരുന്നുണ്ട്. നിശ്ചിത ആഴത്തിൽ ലാറ്ററൽ പൈപ്പുകളിലൂടെ ഡ്രിപ്പ് സിസ്റ്റം വഴി വേരുകളുടെ ചോട്ടിലേക്ക് ജലം എത്തിക്കുന്ന സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസും നിലവിലുണ്ട്.
പക്ഷെ ഇത് ജലസംഭരണ ശേഷി കുറഞ്ഞതും ഉയർന്ന നീർവാർച്ച നിരക്കുമുള്ള പ്രദേശങ്ങളിൽ അനുയോജ്യമാണെങ്കിൽ ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇത് അനുയോജ്യമല്ല. കേരളത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ അന്തർജല ജലസേചന രീതികൾ കർഷകർ പ്രായോഗികമായി ഉപയോഗിച്ച് വരുന്നില്ല. ഇനി നമ്മൾ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നു. സൂക്ഷ്മ ജലസേചന രീതികൾ. എന്താണ് സൂക്ഷ്മ ജലസേചന രീതികൾ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്ന പേര് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എന്നാണ്. അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം അതിന്റെ വേര് പടലങ്ങളിൽ തുള്ളിയായോ നേർത്ത ധാരയായോ ചെറിയ സ്പ്രേയുടെ രൂപത്തിലോ എത്തിക്കുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചന രീതികൾ. തുള്ളിയായി വരുന്ന ജലസേചന രീതിക്ക് നമ്മൾ തുള്ളി നന കണിക ജലസേചനം അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. നേർത്ത ധാരയായി പോകുന്നത് ബബ്ലർ ഇറിഗേഷൻ സിസ്റ്റം. ചെറിയ സ്പ്രേയുടെ രൂപത്തിൽ എത്തുന്ന രീതിക്കാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ രീതികൾ, അതായത് നൂതന രീതികൾ, സാധാരണ പരമ്പരാഗത രീതികളെ അപേക്ഷിച്ച് അധികമായി ജലം കുറഞ്ഞ കൃഷിഭൂമിയിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഉപരി ജലവിനിയോഗ ശേഷി കൂടുന്ന, അതായത് വാട്ടർ യൂസ് എഫിഷ്യൻസി വളരെ അധികമായിട്ടുള്ള മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ വിവിധ പ്രതിരൂപങ്ങളാണ് ഡ്രിപ്പ് ഇറിഗേഷൻ, ബബ്ലർ ഇറിഗേഷൻ, സ്പ്രേ ഇറിഗേഷൻ സിസ്റ്റംസ് എന്നിവ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യ ജലസേചന രീതികൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി നമ്മൾ 4 മുതൽ 10 ദിവസത്തിലൊരിക്കൽ തടം നിറച്ച് നനയ്ക്കും. നനയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ മണ്ണിലെ വായു സുഷിരങ്ങൾ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞിരിക്കുന്നതിനാൽ ചെടികൾക്ക് ഈ വെള്ളം വലിച്ചെടുക്കുവാനും സാധിക്കില്ല. പിന്നീടുള്ള 2-3 ദിവസങ്ങളിലാണ് ഈ ജലം ചെടികൾക്ക് ഉപയോഗിക്കാനായി കഴിയുന്നത്. അതായത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ അധികമായി ജലം തടത്തിൽ മുഴുവനായി നൽകുന്നു. അപ്പോൾ മണ്ണിലെ വായു അറകളിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുകയും മണ്ണ് പൂരിതാവസ്ഥയിലാകപ്പെടുകയും ചെയ്യുന്നു. മണ്ണ് പൂരിതാവസ്ഥയിലാകപ്പെടുമ്പോൾ വായു സഞ്ചാരത്തിന്റെ കുറവ് കൊണ്ടും വേരുകൾ ജലം വലിച്ചെടുക്കുന്നത് കുറഞ്ഞു പോവുകയും ആ ഒരു ഘട്ടത്തിൽ ജലനഷ്ടത്തിലേക്ക് പോകപ്പെടുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ സോയിലിലെ മൈക്രോപോർസിലും മാക്രോപോർസിലും എല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നതിനാൽ പൂരിതാവസ്ഥയിലാണ് മണ്ണ് നിൽക്കുന്നത്. പിന്നീട് ഗുരുത്വാകർഷണ ബലം വഴി ഒരു ഫ്രീ വാട്ടർ ഫ്ലോ ഭൂഗർഭ ജലമായി നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് സോയിലിൽ അതായത് സോയിലിൽ മണ്ണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലം മാത്രമാണ് ചെടികൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. അതായത് ജലനഷ്ടം പല വിധത്തിലുണ്ട്. ഏതൊക്കെ വിധത്തിലാണ്? ഉപരിതല പ്രവാഹം, താഴോട്ടുള്ള കിനിഞ്ഞിറങ്ങൽ, ബാഷ്പീകരണം എന്നിവ മൂലമുള്ള ജലനഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എവിടെ? സൂക്ഷ്മ ജലസേചന രീതിയിൽ നമുക്ക് വാട്ടർ ലോസ് വളരെ കുറവാണ്. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ വാട്ടർ യൂസ് എഫിഷ്യൻസി അഥവാ ജലവിനിയോഗക്ഷമത എന്ന് പറയുന്നത് 90 മുതൽ 95% നമുക്ക് പറയാൻ സാധിക്കും. ഇതിനെ പല വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട്. ഇതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിനാണ് 90 മുതൽ 95% ഇറിഗേഷൻ വാട്ടർ യൂസ് എഫിഷ്യൻസി അഥവാ ജലവിനിയോഗ ക്ഷമത. അതേസമയം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റത്തിന്, അതായത് നമ്മൾ തളിനന എന്ന് മലയാളത്തിൽ പറയും, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഇറിഗേഷൻ വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 70 മുതൽ 90%. അതേപോലെ തന്നെ മറ്റ് കൺവെൻഷണൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് പരമ്പരാഗത ജലസേചന രീതിക്ക് വെറും 30 മുതൽ 45% മാത്രമേ ജലവിനിയോഗക്ഷമത വരുന്നുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമ്പരാഗത ഇവിടെ നമ്മൾ ലാഭിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് ജലം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനും സാധിക്കുന്നു, ജലവിനിയോഗക്ഷമത കൂട്ടുവാനും സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും കുറച്ച് ജലം കൊണ്ട് കൂടുതൽ കൃഷിയിടം നനയ്ക്കാം. മാത്രവുമല്ല നമ്മൾ ഇവിടെ ലേബർ ഇൻവോൾവ്മെന്റ് വളരെ കുറയ്ക്കുന്നു. അതായത് നമുക്കൊരു പണിക്കാരന്റെ സഹായം ആവശ്യമില്ലാതെ തന്നെ 1 ഹെക്ടർ ഭൂമിയിലും ഒരേ സമയം ആദ്യം മുതൽ അവസാനം വരെയുള്ള ചെടികൾക്ക് ഒരേ ഘട്ടത്തിൽ ജലസേചനം സാധ്യമാകുന്നു. അതായത് റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ. പ്രിസിഷൻ ഇറിഗേഷൻ ഈസ് പോസിബിൾ ഇൻ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ്. നമുക്കറിയാൻ സാധിക്കും. അതായത് വേനൽക്കാലം ആകുമ്പോൾ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കർഷകർക്കും രാവിലെയും വൈകിട്ടും അവരുടെ പണകളിൽ വിളകൾ നനയ്ക്കാനായിട്ടാണ് കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിലുള്ള ജലം വിളകളെ അടിസ്ഥാനപ്പെടുത്തി നൽകിയില്ലെങ്കിൽ അത് ഒരു വരണ്ട അവസ്ഥയിലേക്ക് പോകപ്പെടുന്നു, വിൽട്ട് സ്റ്റേജിലേക്ക് അത് പോകപ്പെടുന്നു. അതിന് നമ്മൾ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. ആ ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ ജലം ഒട്ടും ലഭിക്കാതെ വരികയും ചെടികൾ വരണ്ട് ഒട്ടും
വരണ്ടു പോയി അത് വിളവ് ഒന്നുമില്ലാതെ തന്നെ നഷ്ടത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ ലാറ്ററൽ പൈപ്പുകളിലൂടെ, അതായത് പൈപ്പുകളിലൂടെ തന്നെ ഡ്രിപ്പ് എമിറ്ററുകൾ വഴി കൃത്യമായി ചെടിയുടെ വേരിന്റെ ചോട്ടിലേക്ക് ജലം എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി നമുക്ക് വിവിധ തരം സൂക്ഷ്മ ജലസേചന രീതികളെ പരിചയപ്പെടാം. ഒന്നാമത് കണിക ജലസേചനം അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ. അതിന് നമുക്ക് തുള്ളിനന എന്ന പേരിലും പറയാം. സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് ഭൂമിക്ക് അടിയിൽ താഴെ കൂടി നമ്മൾ ലാറ്ററൽ പൈപ്പുകൾ വലിച്ച് ഡ്രിപ്പ് എമിറ്ററുകളിലൂടെ ജലം വേരുകളുടെ ചോട്ടിൽ എത്തിക്കുന്ന രീതിക്കാണ് സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ബബ്ലർ ഇറിഗേഷൻ, മൈക്രോ സ്പ്രിംഗ്ലർ, മിനി സ്പ്രിംഗ്ലർ, സ്പ്രിംഗ്ലേഴ്സിന്റെ വിവിധ തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഇടവേളകളിൽ ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമായി ബഹുവിളകൾ കൃഷി ചെയ്യുന്ന കൃഷിഭൂമികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മൈക്രോ സ്പ്രിംഗ്ലർ. അതുപോലെ മിസ്റ്റ്, ഫോഗർ, ഇവയൊക്കെയാണ് സൂക്ഷ്മ ജലസേചന രീതികൾ, വിവിധ സൂക്ഷ്മ ജലസേചന രീതികൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ പിതാവ്? 1940 ഇസ്രായേലി എഞ്ചിനീയർ ആയ സിൻക ബ്ലാസ് ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കണ്ടുപിടിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിൽ പൈപ്പ് പൊട്ടി തുള്ളിയായി ഒരു ചെടിയുടെ ചോട്ടിലേക്ക് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നൽകിയിരിക്കുന്ന സാധാരണ ജലസേചന രീതികളെ അപേക്ഷിച്ച് ആ വിളയിൽ നിന്നും ആ ചെടിയിൽ നിന്നും ഉണ്ടാകുന്ന ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്നാൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള, വിളകൾക്ക് ആവശ്യമായിട്ടുള്ള ജലം കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ വേരുകളുടെ ചോട്ടിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ അധിക വിളവ് പ്രദാനം ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നുള്ള ഒരു തിയറത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു. 1940s ഇത് ഇൻവെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1980s, അതായത് 1980കളിൽ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ആകെ മൊത്തം ഏകദേശം 19 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയിൽ എന്നിരുന്നാൽ തന്നെയും കേരളത്തിൽ അതിന്റെ പ്രചാരം വളരെ പുറകോട്ടാണ്. കേരളത്തിൽ ഏകദേശം 20,000 ഹെക്ടറിനകത്ത് മാത്രമേ, കൃഷിഭൂമിയിൽ മാത്രമേ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജലസേചന രീതി പ്രാവർത്തികമാക്കി വരുന്നുള്ളൂ, കർഷകർ ഉപയോഗിച്ച് വരുന്നുള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യയുടെ ആഗോള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ പേര് വളരെ പുറകിലേക്കായിട്ടാണ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് ഇതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പല പദ്ധതികൾ കൃഷിക്കാർക്ക് കൂടുതൽ ഇത് പ്രായോഗികമായി ഉപയോഗിക്കുന്നതിലേക്കായിട്ട് നിലവിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന്റെ പേരാണ് PMKSY, അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അതായത് ഹർ ഖേത് കോ പാനി, എല്ലാ എന്നുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് വിളകളുടെ അകലത്തിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലോസ്ലി സ്പേസ്ഡ് ക്രോപ്സ്, അതായത് ഇടയകലം കുറഞ്ഞ വിളകളും വൈഡ്ലി സ്പേസ്ഡ് ക്രോപ്സ്, അതായത് ഇടയകലം കൂടിയ വിളകൾക്കും വിവിധ തലത്തിൽ അതിന്റെ സബ്സിഡി നിരക്കുകളിൽ കൃഷിക്കാർക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനം ഉപയോഗിക്കുന്നതിനേക്കായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധാരാളം സപ്പോർട്ടുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കണിക ജലസേചനം കൊണ്ടുള്ള പ്രധാനപ്പെട്ട മേന്മകൾ. ഒന്നാമത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ജലസംരക്ഷണം, അതായത് വാട്ടർ സേവിങ്സ്. 60% ആണ് വാട്ടർ സേവിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ ജലം ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ചെടികളുടെ വേരുകളുടെ ചോട്ടിലേക്ക് തുള്ളിയായി അവ ഓരോ വിളയ്ക്കും ആവശ്യമുള്ള ജലം ആവശ്യമുള്ള സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. വിളവിൽ ഗണ്യമായ അഭിവൃദ്ധി. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യുമ്പോൾ അതായത് ടൈംലി ഫീൽഡ് അപ്ലിക്കേഷൻ പോസിബിൾ ആണ്. നമ്മൾ ഇറിഗേഷൻ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ധാരാളം വെള്ളം കെട്ടി നിന്നുകൊണ്ടുള്ള രോഗകീടങ്ങളുടെ പ്രശ്നവും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ നല്ല വെജിറ്റേറ്റീവ് ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലവറിംഗ്, സെറ്റിംഗ് പെർസെന്റേജ്, നല്ല വിളവും നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാക്കാൻ സാധിക്കും. കളകൾ കുറയ്ക്കുന്നു. ഇവിടെ നമ്മുടെ നനവിന്റെ വിസ്തൃതി, അതായത് വെറ്റിംഗ് പാരാമീറ്റർ വളരെ കുറവാണ്. നമുക്കറിയാം, വെള്ളം ആകെ മൊത്തം ഒരു തടത്തിലോ ഒരു വരമ്പിലോ മൊത്തമായിട്ട് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന രീതിയല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. എമിറ്ററുകൾ വഴി നമ്മൾ ഡ്രോപ്സ് ആയിട്ടാണ് വെള്ളം ചെടികളുടെ ചോട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിന്റെ വെറ്റിംഗ് ഡയമീറ്റർ എന്ന് പറയുന്നത്, നനവിന്റെ വിസ്തൃതി വളരെ കുറവായിരിക്കും. അപ്പൊ നനവ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ സാധാരണ ഉടനെ എന്ത് സംഭവിക്കും?
വീഡ് ഗ്രോത്ത് ഉണ്ടാവും. അതായത് കളകൾ ധാരാളമായി വരും. അപ്പൊ ഈ കളകൾ ധാരാളമായി വരുമ്പോൾ ഉടനെ തന്നെ വീഡ് കൺട്രോൾ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത് വളരെ പുറകോട്ടായിരിക്കും കർഷകർ. അപ്പോൾ നമ്മുടെ മെയിൻ ക്രോപ്പിന് കോമ്പറ്റീഷൻ ആണ് ഈ വീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും മൂലകങ്ങളും എല്ലാം ഈ കളകൾ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ പ്രധാന വിളയുടെ വളർച്ച പുറകോട്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ കളശല്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ എമിറ്ററിന്റെ ഡിസ്ചാർജ് റേറ്റ് അനുസരിച്ച് നനവിന്റെ വിസ്തൃതി വളരെ കുറവായിരിക്കും. നമുക്ക് ഈ രീതിയിലും കുരുച്ചെലവ് ഗണ്യമായി കുറയ്ക്കാം. എന്തുകൊണ്ട്? നമ്മൾ ഇറിഗേഷൻ സംവിധാനം നമ്മൾ മെക്കനൈസ് ചെയ്യുന്നു. അതുപോലെ ഫെർട്ടിഗേഷൻ നമുക്ക് പോസിബിൾ ആണ്, വീഡ് മാനേജ്മെന്റ് പോസിബിൾ ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക കൃഷിഭൂമിയിലേക്ക് ആവശ്യമായി വരുന്ന പണിക്കാര്, അതായത് കൂലിച്ചെലവ്, ലേബർ വേജസ് നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെരിവുള്ള പ്രദേശങ്ങളിലും നിരപ്പല്ലാത്ത പ്രദേശങ്ങളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് സാധിക്കും. നമ്മൾ ആദ്യം ഡ്രിപ്പ് ഇറിഗേഷൻ, പ്ലാസ്റ്റിക് പൈപ്സ്, ലാറ്ററൽ പൈപ്സ്, PVC പൈപ്സ്, അതിന്റെ ഇൻസ്റ്റലേഷൻസ്, അതിന്റെ ഡിസൈനിങ് എന്നീ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ തമിഴ്നാട് പോലെ പരന്നു കിടക്കുന്ന ഒരു പ്രദേശത്ത് കൃത്യമായിട്ട് ലേഔട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ അത് സാധ്യമല്ല എന്നുള്ള മിഥ്യാധാരണ കർഷകരിൽ പൊതുവെ കാണപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഈ ഒരു സാങ്കേതിക വിദ്യക്കില്ല. എന്തുകൊണ്ടെന്നാൽ ചെരിഞ്ഞ പ്രദേശങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഭൂപ്രദേശത്തിലാണെങ്കിലും അതിന്റെ ഘടനയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ കർഷകർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉപയോഗിക്കാനായിട്ട് ത്വരിതപ്പെടുത്തുന്നു. മണ്ണിലെ വായു സഞ്ചാരം ത്വരിതപ്പെടുത്തുന്നു. അതായത് നമ്മൾ സോയിലുള്ള വായു അറകൾ, മണ്ണിലെ വായു അറകളിൽ മുഴുവൻ വെള്ളം കെട്ടി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമേ ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആവശ്യമുള്ള വെള്ളം മാത്രമേ വേരുകൾ വലിച്ചെടുക്കുന്നുള്ളൂ. ആയതിനാൽ നല്ല രീതിയിലുള്ള വായു സഞ്ചാരവും ഇതിൽ ഉണ്ടാകുന്നു. ജലത്തിൽ ലയിക്കുന്ന മരുന്നുകളും വളങ്ങളും വെള്ളത്തോടൊപ്പം നൽകാനായിട്ട് സാധിക്കുന്നു. അതായത് ജലവളസേചനം നമുക്ക് സാധ്യമാണ്. വിവിധ രീതിയിലുള്ള ഫെർട്ടിഗേഷൻ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെർട്ടിഗേഷൻ പോസിബിൾ ആണ്. ജലത്തോടൊപ്പം തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും നമുക്ക് ഇതിനോടൊപ്പം നൽകുമ്പോൾ യൂണിഫോം സോയിൽ ആൻഡ് മോയ്സ്ചർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിബിൾ ഇൻ ഫെർട്ടിഗേഷൻ സിസ്റ്റം. ഇതിൽ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം കേരളത്തിലെ ഏത് ഭാഗം എടുത്താലും ഒരു ചരിഞ്ഞ ഭൂപ്രദേശമാണ്. നമ്മൾ നോക്കുമ്പോൾ അത് നിരപ്പായി കിടക്കുന്നതാണെങ്കിൽ അതിലൊരു ചെറിയ ചെരിവ് ഉണ്ടാകും, സ്പ്ലാഷ് ഇറോഷൻസ്, അങ്ങനെ ചെറിയ മണ്ണൊലിപ്പ് ഇറോഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എസ്പെഷ്യലി കൺവെൻഷണൽ ഇറിഗേഷൻ സിസ്റ്റത്തിൽ. പക്ഷെ ഈ രീതിയിലുള്ള ജലസേചന സംവിധാനത്തിൽ നമുക്ക് മണ്ണൊലിച്ച് മേൽമണ്ണും വെള്ളവും നഷ്ടപ്പെടുന്നുള്ളൊരു ആകുലതയെ ആവശ്യമില്ല. ഉയർന്ന ജലസേചന ക്ഷമത നമ്മുടെ അത്യാവശ്യവും കർഷകർക്ക് വേണ്ടതും അതാണ്. എന്തുകൊണ്ട്? ഇറിഗേഷൻ വാട്ടർ യൂസ് എഫിഷ്യൻസി നമുക്ക് വളരെ കൂടുതലാണ്. 90 മുതൽ 95% നമ്മുടെ ജലവിനിയോഗ ക്ഷമത എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ രീതിയിൽ ജലസേചനം നൽകിയിട്ടുള്ള ചെടിയുടെ വേരിന്റെ വളർച്ചയും അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ വഴി ജലസേചനം നൽകിയിട്ടുള്ള ചെടിയുടെ വേരിന്റെ വളർച്ച, അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വഴി ജലസേചനം ചെയ്തിട്ടുള്ള ചെടിയുടെ വേരിന്റെ വളർച്ച. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നല്ല രീതിയിലുള്ള വളർച്ച, വേരുകളുടെ വളർച്ച ലഭ്യമാകുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ വേരുകൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ വെള്ളവും വളവും മൂലകങ്ങളും സുരക്ഷിതമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയും ചെടികൾക്ക് നല്ല വിളവുണ്ടാകുന്ന സാധ്യമാകും. ഈ ഒരു സിസ്റ്റം, ഈ ഒരു ന്യൂലി ഇൻവെന്റഡ് ടെക്നോളജീസ്, ഇത് പുതിയൊരു സാങ്കേതിക വിദ്യ 1980s വന്നതാണെങ്കിൽ തന്നെയും ഇത്രയും നല്ലൊരു സാങ്കേതിക വിദ്യക്ക് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടിന് ഗവൺമെന്റ് സബ്സിഡിയും ബാങ്ക് വായ്പാ സൗകര്യവും നിലവിൽ ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ പരിമിതികളെ കുറിച്ച് ചിന്തിക്കാം. ധാരാളം ഗുണമേന്മയുള്ള ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രധാന പരിമിതി എന്ന് പറയുന്നത് ഇതര ജലസേചന രീതികളെ അപേക്ഷിച്ച് ഉയർന്ന പ്രാരംഭ ചെലവ്, അതായത് ഇതിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു ഹെക്ടർ കൃഷി സ്ഥലത്തിലേക്ക് വരുന്നത് ചെലവെന്ന് പറയുന്നത് അതിന്റെ വിളയ്ക്കനുസരിച്ചും അതുപോലെ നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ഭൂപ്രദേശത്തിനനുസരിച്ചും നമ്മുടെ വാട്ടർ സോഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചും എല്ലാം വേരി ചെയ്യും. അപ്പൊ ഇതൊരു നല്ല ഒരു ഉയർന്ന ചെലവ്, പ്രാരംഭ ചെലവ് ഇതിന് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു എന്താണ്, ഇതിനനുസരിച്ചുള്ള സർക്കാരിന്റെ സ്കീമുകളും സബ്സിഡികളും എല്ലാം ലഭ്യമാണ്, ബാങ്ക് വായ്പകളുണ്ട്. ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി കർഷകർക്ക് ഇത് നിഷ്പ്രയാസം അവരവരുടെ ഉള്ളൂ. രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡ്രിപ്പറിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ. ഡ്രിപ്പറിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
നമുക്കറിയാം കണിക ജലസേചനമാണെങ്കിലും ഏത് രീതിയിലുള്ള ജലസേചന രീതിയിലാണെങ്കിലും കർഷകന്റെ വാട്ടർ സോഴ്സ് ജലസ്രോതസ് എന്ന് പറയുന്നത് ഒന്നുകിൽ കിണറാകാം, ഓപ്പൺ വെൽ അല്ലെങ്കിൽ ബോർവെൽ, സാധാരണ കിണർ, കുഴൽ കിണർ, തോട്, പുഴ, കനാൽ, ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്നായിരിക്കും കൃഷിക്കാർ വെള്ളം പൊതുവെ പമ്പ് ചെയ്ത് എടുക്കുക. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അതിന്റെ മാലിന്യങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യത്തിന്റെ സ്വഭാവ ഗുണം അനുസരിച്ച് ഡ്രിപ്പറിന്റെ എമിറ്റേഴ്സിന്റെ ചെറിയ ഹോളുകൾ, അതിന്റെ ഓപ്പണിങ്സ് ബ്ലോക്ക് ആയി ക്ലോഗ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുണനിലവാരമുള്ള ഫിൽട്ടറുകൾ ഉപയോഗിക്കുകയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലാറ്ററുകളും ഫിൽട്ടേഴ്സും ഫ്ലഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതായത് ഇവയിൽ ഉണ്ടാവുന്ന എമിറ്ററിൽ അല്ലെങ്കിൽ ഡ്രിപ്പറിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിമിതിയാണ്. ഇനി മുൻപേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഫീൽഡ് ലെവലിൽ ഇൻസ്റ്റോൾ ചെയ്ത് അത് കർഷകൻ മനസ്സിലാക്കിയെടുത്ത് അത് തനിയെ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ആയതിനാൽ കണിക ജലസേചന പദ്ധതി ഡിസൈൻ ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും നല്ല സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. ഒരു എഞ്ചിനീയറുടെ ഒരു സപ്പോർട്ടും നല്ലൊരു ടെക്നീഷ്യന്മാരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫീൽഡിൽ ഇൻസ്റ്റോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഡ്രിപ്പ് ഡിസൈനിങ്ങിന് നമ്മൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊതുവിവരങ്ങൾ, ജനറൽ ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് എന്ന് പറയുന്നത് നമുക്കൊരു സർവേ ആവശ്യമാണ്. അതായത് നമ്മുടെ കൃഷിഭൂമി എവിടെയാണ്, അതിന്റെ ജലസ്രോതസ്സുകളുടെ സ്ഥാനം എവിടെയാണ്, അതിന്റെ ബാഷ്പീകരണം, ചെടികളിൽ നിന്നുള്ള സ്വേദനം, അതാണ് നമ്മൾ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ET എന്ന് പറയുന്നത്. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ റേറ്റ് ആണ് നമ്മുടെ കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ. അനുസൃതമായിട്ടുള്ള ജലമാണ് ഓരോ വിളകൾക്കും നമ്മൾ നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഡ്രിപ്പ് സിസ്റ്റം ഓരോ കൃഷിഭൂമിയിലും ഓരോ വിളകൾക്കും അതിന്റെ വലിപ്പത്തിന്, കൃഷിഭൂമിയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്നത്. കൃഷിയിടത്തിലെ വിളകളുടെ പ്രത്യേകതകൾ, പല രീതിയിലുള്ള വിളവുകളുണ്ട്. അതായത് വെജിറ്റബിൾസ്, പച്ചക്കറി, വാഴ, തെങ്ങ്, മറ്റ് പ്രധാന മിശ്ര വിളകൾ, പല രീതിയിലുള്ള വിളകൾ. ഓരോ കൃഷിക്കാരനും വിവിധ രീതിയിലുള്ള വിളകളായിരിക്കും കൃഷി ചെയ്യുക. അതിനനുസരിച്ച് അതിന്റെ റൂട്ട് സോൺ ഗ്രോത്തിന്, അതായത് വേരുകളുടെ വളർച്ചയ്ക്കനുസരിച്ച് അതിന്റെ ജലാവശ്യം വ്യത്യാസപ്പെട്ടിരിക്കും, നനവേണ്ട സമയവും വ്യത്യാസപ്പെട്ടിരിക്കും. എസ്പെഷ്യലി അതിന്റെ മണ്ണിന്റെ സ്വഭാവ ഗുണം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു വിളയ്ക്ക് ഒരു ദിവസം ഇത്രമാത്രം ജലം, ഇത്ര ലിറ്റർ ജലം വേണം എന്നുള്ള ഒരു ഡിസൈൻ സൊല്യൂഷനിലേക്ക് എത്തിയിരുന്നാൽ തന്നെയും അവിടുത്തെ മണ്ണിന്റെ സ്വഭാവ ഗുണം അനുസരിച്ച് അതിന്റെ ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തിയ വേണം നമ്മൾ ജലം നൽകുവാനായിട്ട്. അതായത് ലഭ്യമായ ജലത്തിന്റെയും മണ്ണിന്റെയും പ്രത്യേകതകളെ കുറിച്ചും സ്ഥലത്തിന്റെ ഘടന, അതിന്റെ ഉയര വ്യതിയാനങ്ങൾ എന്നീ പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ചാൽ മാത്രമേ നമുക്ക് വളരെ വിജയകരമായ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഒരു അടിസ്ഥാന ചിത്രമാണ്. അതായത് ഡ്രെയിൻ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഡ്രിപ്പ് സിസ്റ്റം എങ്ങനെ നമ്മൾ ഫീൽഡിൽ ഇൻസ്റ്റോൾ ചെയ്യണം, അതിന് വേണ്ട പ്രാഥമികമായിട്ടുള്ള ഉപകരണങ്ങൾ, ഇറിഗേഷൻ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു പൊതുചിത്രമാണ്, രേഖാചിത്രമാണിത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് നമ്മുടെ വാട്ടർ സോഴ്സ് ആണ്, ജലസ്രോതസ്സാണ്. ിൽ നിന്നും നമ്മൾ 1 ഹെക്ടർ അല്ലെങ്കിൽ 50 സെന്റ് കൃഷിഭൂമിയിലേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ വാട്ടർ ലിഫ്റ്റിംഗ് ഡിവൈസ്, അതായത് പമ്പ് നമുക്ക് ആവശ്യമാണ്. പമ്പിന്റെ സെലക്ഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതായത് പമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഹെഡാണ്. ഹെഡ് ഓഫ് ദി ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഈസ് പമ്പ്. അപ്പൊ പമ്പ് സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മുടെ ഡിസൈനിങ്ങിലും അതുപോലെ സക്സസ്ഫുൾ ഡ്രിപ്പ് സിസ്റ്റം ഓപ്പറേഷനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പമ്പ് സെലക്ഷൻ. പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ടോട്ടൽ ഹെഡും, അതായത് ടോട്ടൽ ഹെഡും അതുപോലെ തന്നെ ഡിസ്ചാർജ് റേറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, അതുപോലെ തന്നെ മറ്റ് ഫ്രിക്ഷൻ ലോസസ്, ഇവയെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു സംഖ്യയിലേക്ക് നമ്മൾ എത്തും. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു വിള എടുക്കുക. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ വാഴയാണ് എടുക്കുന്നതെങ്കിൽ വാഴയ്ക്ക് 10 ലിറ്റർ ആണ് ജലം ഒരു വിളയ്ക്ക് ഒരു ദിവസത്തെ ജലാവശ്യം 10 ലിറ്റർ ആണെങ്കിൽ 1 ഹെക്ടർ കൃഷിഭൂമിയിൽ വാഴയുടെ ഇടയകലം അനുസരിച്ച് സാധാരണ നമ്മൾ 2 മീറ്റർ ബൈ 2 മീറ്റർ, അതായത് വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 2x2 മീറ്റർ അകലത്തിലാണ് വാഴ കൃഷി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ഹെക്ടർ കൃഷിഭൂമിയിൽ നമുക്ക് 2500 ലിറ്റർ വാഴ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ 2500 × 10, അതായത് ആ ഒരു സംഖ്യ, അതിനെ നമ്മൾ ലിറ്റർ പെർ അവർ എന്നുള്ളതിൽ നിന്ന് ലിറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയതിനു ശേഷം ഈ ടോട്ടൽ ഹെഡും
നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ ജലത്തിന്റെ ആവശ്യം എത്രയാണോ അതും തമ്മിൽ ടാലി ആകുന്നത് നമ്മുടെ കാറ്റലോഗിൽ ഏതാണോ അത് വേണം നമ്മൾ ഈ HP ഉള്ള പമ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. സാധാരണ ആ രീതിയിലുള്ള ഒരു സെലക്ഷൻ നമ്മൾ പൊതുവെ എടുക്കാറില്ല. കർഷകരുടെ കൈവശം തന്നെ ഉണ്ടാകുന്ന പമ്പ് ഉപയോഗിച്ചായിരിക്കാം പൊതുവെ ഇൻസ്റ്റലേഷൻസ് നമ്മൾ നടത്താറ്. പക്ഷെ ഏറ്റവും അധികം ശ്രദ്ധിക്കണം, നമ്മുടെ വിളകൾക്കനുസരിച്ച് നമ്മുടെ ജലാവശ്യം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡിസ്ചാർജ് റേറ്റ് ആയിരിക്കില്ല, നിർഗമന ശേഷിയുടെ തോത് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജലാവശ്യം കുറഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ വിളകൾക്ക് അത് നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുക. ബൈപ്പാസ് വാൽവ്, അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബൈപ്പാസ് ചെയ്യുന്നതിന് നമ്മൾ ബൈപ്പാസ് വാൽവ് വെക്കുന്നു. നോൺ റിട്ടേൺ വാൽവ്, നോൺ റിട്ടേൺ വാൽവ് പ്രധാനമായും നമ്മൾ ഫെർട്ടിഗേഷൻ രീതിയിൽ ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ ത്രൂ ഇറിഗേഷൻ സിസ്റ്റം, അതാണ് ഫെർട്ടിഗേഷൻ. അപ്പൊ നമ്മൾ ഫെർട്ടിഗേഷൻ ചെയ്യുമ്പോൾ വെള്ളത്തോടൊപ്പം വളവ് നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ തിരിച്ച് നമ്മുടെ ജലസ്രോതസ്സിലേക്ക് ഈ വെള്ളത്തിന്റെയും വളവും അടങ്ങിയിരിക്കുന്ന ലായനി ഇതിലേക്ക് വരാതിരിക്കുന്നതിന് നമുക്ക് നോൺ റിട്ടേൺ വാൽവ് ആവശ്യമാണ്. ഇതിനെ നമ്മൾ പ്രൈമറി ഫിൽട്ടർ, അതായത് ഹൈഡ്രോസൈക്ലോൺ സാൻഡ് ഫിൽട്ടർ എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഖരവസ്തുക്കൾ, മണൽത്തരികൾ, വലിയ ഖരവസ്തുക്കൾ, മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിനാണ് ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. പമ്പ് ചെയ്യപ്പെടുന്ന ജലം വാൽവുകൾ വഴി ഇവിടെ എത്തുകയും ഇൻലെറ്റ് പൈപ്പിലൂടെ ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടറിൽ എത്തിയതിനു ശേഷം ഇതൊരു വോർട്ടെക്സ് ആക്ഷനിലാണ് കറങ്ങുന്നത്. സോ നമ്മുടെ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, കല്ല്, മണല്, മറ്റ് കരവസ്തുക്കൾ എന്നിവ ഈ സെറ്റിലിംഗ് ടാങ്കിൽ വന്ന് അടിയുകയും മിച്ചമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള തെളിഞ്ഞ നല്ല ശുദ്ധജലം നമ്മുടെ ഔട്ട്ലെറ്റ് പൈപ്പ് വഴി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഈ പൈപ്പിലൂടെ, ഇത് നമ്മൾ മെയിൻ പൈപ്പ് ലൈൻ എന്നാണ് ഇതിന് പറയുക. ഈ മെയിൻ പൈപ്പ് ലൈനിലൂടെ വരുന്ന ജലം പിന്നീട് വെഞ്ചുറി സിസ്റ്റത്തിലേക്കാണ് കിടക്കുന്നത്. വെഞ്ചുറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെർട്ടിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റ് ആണ്. ഫെർട്ടിഗേഷൻ എക്യുപ്മെന്റ് ആണ് വെഞ്ചുറി സിസ്റ്റം. വെഞ്ചുറിയിൽ ഒരു ഇൻലെറ്റ് പൈപ്പും ഒരു ഔട്ട്ലെറ്റ് പൈപ്പും ഒരു സക്ഷൻ പൈപ്പും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു സംഭരണി, അതായത് ഒരു ബക്കറ്റിൽ വെള്ളവും വളവും അടങ്ങിയിരിക്കുന്ന ലായനി കലക്കി വെച്ചതിന് ശേഷം ഈ പ്രഷർ വേരിയേഷൻ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാക്വത്തിലൂടെ ഈ വെള്ളവും വളവും അടങ്ങുന്ന ജലം ഈ അടുത്ത ഒരു ഫിൽറ്ററിലേക്ക്, പ്രൈമറി ഫിൽറ്ററിലേക്ക് കടക്കുന്നു. ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ പ്രൈമറി ഫിൽറ്റർ ആണ്. അതുപോലെ തന്നെ മണലരിപ്പ അഥവാ സാൻഡ് ഫിൽറ്റർ പ്രൈമറി ഫിൽറ്റർ ആണ്. ഇവിടെ നിന്നും വരുന്ന ഈ ജലം സാൻഡ് ഫിൽറ്ററിൽ സിലിക്ക കൊണ്ടുണ്ടാക്കിയ മണലുകളും ചരലുകളുമാണ് അടങ്ങിയിരിക്കുന്നത്. 20 മുതൽ 200 സെന്റിമീറ്റർ വ്യാസമുള്ള സിലിണ്ടറിൽ ആദ്യം ചരലുകളും പിന്നീട് സിലിക്ക കൊണ്ടുണ്ടാക്കിയ മണലും അടങ്ങിയിരിക്കും. ഇവയിലൂടെ കടക്കപ്പെടുന്ന വെള്ളം മാലിന്യങ്ങൾ വെള്ളവും വളവും കലർന്ന ലായനി മാലിന്യങ്ങൾ നീക്കപ്പെട്ടതിന് ശേഷം അടുത്തത് സ്ക്രീൻ അരിപ്പയിലേക്ക് കടക്കുന്നു. അതായത് സ്ക്രീൻ അരിപ്പ അഥവാ സ്ക്രീൻ ഫിൽറ്റർ, ഇത് സെക്കൻഡറി ഫിൽറ്റർ ആണ്. അതായത് സൂക്ഷ്മ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ക്രീൻ അരിപ്പ നമ്മൾ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ മെയിൻ ലൈനിലൂടെ കടന്നു വരുന്ന വെള്ളം പിന്നീട് നമുക്ക് സബ് മെയിനിലോട്ട് കടത്താനായിട്ട് സാധിക്കും. ഈ മെയിൻ ലൈനിൽ തന്നെ ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ ARV ഇൻസ്റ്റോൾ ചെയ്യണം. ARV അതായത് എയർ റിലീസ് വാൽവ്. എയർ ട്രാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വാട്ടർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹയസ്റ്റ് പോയിന്റിൽ തന്നെ നമ്മുടെ മെയിൻ ലൈനിൽ അല്ലെങ്കിൽ പ്രധാന പൈപ്പിൽ ARV ഇൻസ്റ്റോൾ ചെയ്യുക. മെയിൻ ലൈൻ നമ്മൾ ഫ്ലഷ് വാൽവ് കൊണ്ട് ക്ലോസ് ചെയ്യുക. അപ്പൊ മെയിൻ ലൈൻ നമുക്ക് ക്ലീനിങ്ങിനും അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും മെയിൻ ലൈനിൽ ഫ്ലഷ് വാൽവ് അതിപ്രധാനമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നീട് ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫിൽറ്ററിന്റെ തന്നെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലുമായിട്ട് നമ്മൾ പ്രഷർ ഗേജ് ഘടിപ്പിച്ചിരിക്കണം. പ്രഷർ ഗേജ് ഘടിപ്പിക്കുന്നതിലൂടെ തന്നെ നമുക്ക് പ്രഷർ വേരിയേഷൻസിലൂടെ ഇതിന്റെ ഫിൽറ്ററിലുള്ള കണ്ടാമിനേഷൻസ് നമുക്ക് സെൻസ് ചെയ്യുന്നതിനും മാത്രമല്ല മെയിൻ ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ഒരു പ്രഷർ ഗേജ് ഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ മെയിൻ ലൈനിലൂടെ വരുന്ന മർദ്ദം എത്രയാണെന്നുള്ളതും അറിയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒരു ലോ പ്രഷർ സിസ്റ്റമാണ്. കുറഞ്ഞ മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കുറഞ്ഞത് 2.5 kg/m² പ്രവർത്തന മർദ്ദമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ജലസേചന രീതി നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധ്യമാവുകയുള്ളൂ. മെയിൻ ലൈനിന് അക്രോസ് ആയിട്ടാണ് സബ് മെയിൻ ലൈൻ വരുന്നത്. ഉപപൈപ്പുകളാണ്. വെള്ളം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്നു, വാൽവുകളിലൂടെ കടക്കുന്നു, അരിപ്പയിലൂടെ കടക്കുന്നു. ഈ അരിപ്പയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണ്? നമ്മുടെ ഹാർട്ട് ഓഫ് ദി ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഹാർട്ട് ആണ്.
ഹെഡ് എന്ന് പറയുന്നത് പമ്പാണ്. ഇത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ എൻറ്റയർ സിസ്റ്റം ഫെയിലിയർ ആകുന്നതും ഇവയുടെ സെലക്ഷനും ഇവയുടെ മെയിൻ്റെനൻസും കൃത്യമല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റം തന്നെ നമുക്ക് ഫെയിലിയർ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെയിൻ ലൈനിൽ എക്രോസ് ആയിട്ട് തന്നെ സബ് മെയിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിന് നമുക്ക് വാൽവ് വെച്ച് ബോൾ വാൽവ് വെച്ച് കൺട്രോൾ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാം. അതിന് നമ്മൾ എൻഡ് പോയിന്റിൽ ഫ്ലഷ് വാൽവും വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ മെയിൻ ലൈനും സബ് മെയിൻ ലൈനും നമ്മൾ ഫ്ലഷ് വാൽവ് വെച്ച് ക്ലീൻ ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി സബ് മെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലാറ്ററൽസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ലാറ്ററൽസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിന്റെ കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ വരുന്ന സെഷൻസിൽ കാണുന്നതാണ്. സബ് മെയിനിന് എക്രോസ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലാറ്ററൽസ് ഫിക്സ് ചെയ്യുന്നു. ഓരോ ചെടികളുടെയും അകലത്തിനനുസരിച്ച്, അതായത് പ്ലാൻ ടു പ്ലാൻ സ്പേസിങ്ങിനനുസരിച്ച് നമ്മൾ ഹോൾ ഡ്രിൽ ചെയ്ത് ഓൺലൈൻ എമിറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ലാറ്ററൽ നമ്മൾ എൻ ക്യാപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാം, ഡിസൈൻ ചെയ്യാം. പക്ഷേ പമ്പ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിസൈനിങ്ങിൽ നമ്മൾ PVC പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ സെലക്ഷൻ, അതിന്റെ ഡയമീറ്റർ എല്ലാം നമ്മൾ കൃത്യമായി ഡിസൈൻ ചെയ്താൽ മാത്രമേ യാതൊരു ഫെയിലിയറും കൂടാതെ നമുക്ക് കുറെ ലാസ്റ്റ് ചെയ്ത് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഡ്രിപ്പറുകൾ പൂർണ്ണമായ നിർഗമന ശേഷിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ മർദ്ദം നൽകുന്നതാകണം പമ്പ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഓരോ ചെടിയുടെയും ചോട്ടിലേക്ക് എമിറ്ററുകൾ വഴി അല്ലെങ്കിൽ ഡ്രിപ്പറുകൾ വഴി വെള്ളം കൃത്യമായി ഡ്രോപ്പ് ആയിട്ട് എത്തിയിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ പ്രഷർ വളരെയധികം, ഓപ്പറേറ്റിംഗ് പ്രഷർ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെള്ളം മൂവ് ചെയ്യുന്നതിന് ആവശ്യമായ, വെള്ളം ഒഴുകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തള്ള് അതിപ്രധാനമാണ്. അത് നമ്മൾ നൽകുന്നത് പമ്പിംഗ് പ്രഷർ വഴിയാണ്. അപ്പൊ പമ്പിംഗ് പ്രഷർ കൃത്യമാണെങ്കിൽ മാത്രമേ മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളം സബ് മെയിനുകൾ വഴി, ലാറ്ററുകൾ വഴി എമിറ്ററിലൂടെ കൃത്യമായി പുറത്തേക്ക് പോവുകയുള്ളൂ. അതായത് ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ 4 ലിറ്റർ മണിക്കൂറിൽ 4 ലിറ്റർ ഡിസ്ചാർജ് റേറ്റുള്ള ഒരു എമിറ്റർ ആണ് ലാറ്ററിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ കൃത്യമായും ഒരു മണിക്കൂറിൽ 4 ലിറ്റർ വെള്ളം ഡിസ്ചാർജ് ഔട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ലൈനിൽ വരുന്ന ഓപ്പറേറ്റിംഗ് പ്രഷറും ലാറ്ററലിന്റെ എൻഡ് പോയിന്റിലും ഒരു മിനിമം ഓപ്പറേറ്റിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ 4 LPHന്റെ ഡിസ്ചാർജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പമ്പിംഗ് ഹെഡ് കണക്കാക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ഹെഡ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, ഡ്രിപ്പറിൽ ഉണ്ടാകുന്ന മർദ്ദം, പ്രധാന പൈപ്പുകൾ, ശാഖാ പൈപ്പുകൾ, ലാറ്ററൽ ട്യൂബുകൾ, ഫിൽറ്ററുകൾ എന്നിവയിലെ മർദ്ദനഷ്ടം എന്നിവയെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതായത് ലോസസ്, ഫ്രിക്ഷൻ ലോസസ്, നമ്മൾ ഇതെല്ലാം പരിഗണിക്കണം. ഈ മൊത്തത്തിലുള്ള ഈ വസ്തുതകളുടെ ആകെയുള്ള ഒരു മീറ്റർ, അതായത് 10 മീറ്റർ, സപ്പോസ് 10 മീറ്റർ അല്ലെങ്കിൽ 25 മീറ്റർ, അങ്ങനെ നമ്മൾ ടോട്ടൽ ഹെഡ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജ് റേറ്റും ഫിക്സ് ചെയ്തിട്ട് മാത്രമേ പമ്പ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുകയുള്ളൂ. ടാങ്ക് ആണ്, ഇപ്പൊ നമുക്ക് പമ്പ് അല്ലെങ്കിൽ നമുക്ക് ടാങ്ക് ഉപയോഗിക്കാം. ടാങ്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ടാങ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്ര മർദ്ദം നൽകാൻ കഴിയുന്നത്ര ഉയരത്തിലായിരിക്കണം ടാങ്ക് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ പുരയിട കൃഷിക്ക് അല്ലെങ്കിൽ ഹോം സ്റ്റേ ഫാമിങ്ങിനാണ് ടാങ്ക് ഉപയോഗിച്ചിട്ടുള്ള മർദ്ദിത ജലസേചന സംവിധാനം നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പൊ ടാങ്കിന്റെ ഉയരം 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കിൽ നിന്നും ഗുരുത്വാകർഷണ ബലം, അതായത് ഗ്രാവിറ്റേഷണൽ പ്രഷർ വഴി വെള്ളം ലാറ്ററൽ പൈപ്പുകളിലൂടെ, അരിപ്പുകളിലൂടെ കടന്നതിന് ശേഷം നമുക്ക് എമിറ്ററുകൾ വഴി ഡ്രോപ്പ് ആയിട്ട് ചെടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്തുകൊണ്ടാണ്? പുരയിട കൃഷിക്ക് നമുക്ക് അറിയാം, അതായത് 1/2 സെന്റ്, 1 സെന്റ്, 2.5 സെന്റ് ഒക്കെ വരുന്ന ചെറിയ തോട്ടങ്ങളിലേക്ക് മാത്രമേ, അടുക്കള തോട്ടങ്ങളിലേക്ക് മാത്രമേ ടാങ്ക് ഉപയോഗിച്ചുള്ള ജലസേചന സംവിധാനങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അതിലേക്ക് നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഡ്രിപ്പ് കിറ്റുകളും ഫാമിലി ഡ്രിപ്പ് കിറ്റുകളും നിലവിൽ വിപണിയിൽ ലഭ്യമാണ്. അപ്പൊ ഫാമിലി ഡ്രിപ്പ് കിറ്റുകൾ ഉപയോഗിച്ച് നിശ്ചിത ഉയരത്തിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ നിന്നും ഗ്രാവിറ്റേഷണൽ പ്രഷർ വഴി നമുക്ക് വെള്ളം വാൽവുകൾ തുറന്ന് വാട്ടർ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെടികൾക്ക് രാവിലെയും വൈകിട്ടും ജലസേചനം എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കറിയാം ഇതൊരു ലോ പ്രഷർ സിസ്റ്റമാണ്. നമുക്ക് വേണ്ട മിനിമം ഓപ്പറേറ്റിംഗ് പ്രഷർ, അതായത് വെഞ്ചുറി പോലുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 kg/സ്ക്വയർ മീറ്റർ പ്രവർത്തന മർദ്ദം ആവശ്യമാണ്. അത് നമ്മൾ ലഭ്യമാക്കണമെങ്കിൽ പമ്പിംഗ് പ്രഷർ അത്യാവശ്യമാണ്. നമുക്ക്
സാധാരണ 1 kg പ്രഷർ ഒരു തമ്പ് റൂൾ, അതായത് 1 kg പെർ സെന്റിമീറ്റർ സ്ക്വയർ മർദ്ദം ലഭ്യമാകണമെങ്കിൽ കുറഞ്ഞത് 10 മീറ്റർ ഉയരത്തിലെങ്കിലും നമ്മൾ ടാങ്ക് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്ക് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പമ്പിംഗ് പ്രഷർ എപ്പോഴും മീറ്റ് ചെയ്യേണ്ടത് ആണെന്ന് പറയുന്നത്. അതായത് കണിക ജലസേചനം കൃത്യരീതിയിൽ പ്രവർത്തിക്കുന്നത് കുറഞ്ഞത് 2.5 kg പെർ സ്ക്വയർ മീറ്റർ മർദ്ദം ആവശ്യമാണ്. ഇനി പ്രധാന പൈപ്പുകളും ഉപപൈപ്പുകളും. അപ്പൊ നമ്മൾ വെള്ളം പമ്പ് കൃത്യമായി ഡിസൈൻ ചെയ്തതിനു ശേഷം പമ്പ് ചെയ്യപ്പെടുന്ന വെള്ളം പ്രധാന പൈപ്പുകൾ വഴി ഉപപൈപ്പുകളിലേക്കാണ് എത്തുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ കണ്ട ഫിൽറ്റേഴ്സ്, ദെൻ വെഞ്ചുറി സിസ്റ്റംസ്, വാൽവ്സ്, ഇതിനെല്ലാം നമ്മൾ പറയുന്നത് കൺട്രോൾ ഹെഡ്സ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ പ്രഷർ ഗേജ് അടങ്ങിയിരിക്കുന്നു. ഇതിനെല്ലാം മൊത്തമായി നമ്മൾ കൺട്രോൾ ഹെഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രധാന പൈപ്പുകൾ നമുക്കറിയാം 40 മില്ലിമീറ്റർ മുതൽ 110 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള PVC, അതായത് പോളിവിനൈൽ ക്ലോറൈഡ് നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ പൈപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. PVC പൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഭൂനിരപ്പിൽ നിന്നും, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ 2 അടി താഴ്ചയിലെങ്കിലും മണ്ണിൽ കുഴിച്ചിടേണ്ടത് അത്യാവശ്യമാണ്. കാരണം സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ച് ഇത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ മെയിൻ പൈപ്പുകളായിട്ടും സബ് മെയിൻ പൈപ്പുകളായിട്ടും PVC പൈപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഭൂമിക്കടിയിൽ കുഴിച്ചിടണം. ഇനി മെയിൻ പൈപ്പിന്റെയും സബ് മെയിൻ പൈപ്പിന്റെയും സെലക്ഷൻ ക്രൈറ്റീരിയയും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. പൊതുവെ 50 മുതൽ 75 മില്ലിമീറ്റർ ആണ് പ്രധാന പൈപ്പുകളായിട്ട് ഉപയോഗിക്കുന്നവയുടെ വ്യാസം എന്ന് പറയുന്നത്. അതായത് മെയിൻ പൈപ്പിന്റെ വ്യാസം പൊതുവെ നമ്മുടെ സെലക്ഷൻ വരുന്നത് 50 mm to 75 mm. അതിന്റെ പ്രഷർ റേറ്റിംഗ് എന്ന് പറയുന്നത് 6 kg per square centimeter to 9 kg per square centimeter. മർദ്ദം കൂടുതലായിട്ട് മർദ്ദനിരക്കുള്ള പൈപ്പുകളാണെങ്കിൽ എന്തെങ്കിലും പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ പൈപ്പ് നശിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ സാധിക്കും. പൊതുവെ നമ്മൾ കൃഷി സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത് നല്ല ക്വാളിറ്റി, നിലവാരമുള്ള പൈപ്പുകൾ കൃഷിക്കാർ ഇടുന്നത് കുറഞ്ഞ, അതായത് പൈപ്പുകളുടെ തുക വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല നമ്മുടെ വാട്ടർ സോഴ്സിൽ നിന്ന് കൃഷി സ്ഥലം വരെ വളരെയധികം ദൂരമാണെങ്കിൽ അത്രയും ദൂരത്തിലേക്ക് നമ്മൾ ഈ പൈപ്പുകൾ എത്തിക്കുമ്പോൾ തന്നെ പൈപ്പിന്റെ ചെലവ് തന്നെ കൂടുന്നതിനാൽ ചിലപ്പോൾ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ബേസിസിൽ ചിലപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും പാടില്ല. നല്ല ഗുണനിലവാരമുള്ള PVC പൈപ്പുകൾ തന്നെ നമ്മൾ ഇതിലേക്കായി ഉപയോഗിക്കണം. മെയിൻ പൈപ്പുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 50 മുതൽ 75 mm ഡയമീറ്ററും അതുപോലെ കുറഞ്ഞത് 6 kg പെർ സ്ക്വയർ മീറ്റർ മർദ്ദ നിരക്കുള്ള പൈപ്പുകളും വേണം എടുക്കാൻ. അഥവാ ഇത് നമ്മൾ PVC അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ പൈപ്പുകളും നമുക്ക് ഉപയോഗിക്കാം. HDPE പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭൂമിക്ക് മുകളിൽ തന്നെ ഇടാനായിട്ട് സാധിക്കും. നമുക്ക് ഭൂമിക്ക് അടിയിൽ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. HDPE പൈപ്പുകൾ അതായത് നമുക്ക് കൃഷിയിടത്തിൽ മുകളിൽ തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഈ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തരത്തിലുള്ള HDPE പൈപ്പുകൾ ഉപയോഗിക്കാം. പോർട്ടബിൾ സിസ്റ്റം ആയിട്ട് അല്പം 1-2 ഫിറ്റിംഗ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്നും അത് ടോട്ടലി ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു പ്രദേശത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ സ്വന്തം ഭൂമി ഇല്ലാത്ത കർഷകർക്ക് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നതിന് ഇങ്ങനെ പല രീതികളും നിലവിൽ വിപണിയിൽ ലഭ്യമാണ്. ഇനി കിണർ, കുളം എന്നിവയിൽ നിന്നും കൃഷിയിടത്തേക്കുള്ള ദൂരവും ഉയരവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനനുസരിച്ചുള്ള അളവിലുള്ള പൈപ്പുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കൃഷിസ്ഥലത്തിന്റെ മൊത്തം വിസ്തീർണം, അതുപോലെ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ്, ഇതെല്ലാം നമ്മുടെ പൈപ്പിന്റെ വ്യാസം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. പൈപ്പിന്റെ വ്യാസത്തിന് 50 mm 75 mm പൈപ്പുകൾക്ക്, ഇത്ര പ്രഷർ റേറ്റിംഗ് ഉള്ള പൈപ്പുകൾക്ക് അതിൽ കൂടി പോകുന്ന വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വിളകൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചുള്ള വ്യാസമുള്ള പൈപ്പുകൾ വേണം തിരഞ്ഞെടുക്കാൻ. പൈപ്പുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രവേഗവും അളവും ഇതിനെല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് പ്രധാന പൈപ്പുകൾ, അതായത് നമ്മുടെ മെയിൻ ലൈനിൽ നിന്നും വരുന്ന ഉപപൈപ്പുകൾ ഭൂമിക്കടിയിൽ നമ്മൾ ഇത്ര ആഴത്തിൽ 2 അടി ആഴത്തിൽ കുഴിച്ചിട്ടതിന് ശേഷം ഹോൾ ഡ്രില്ല് ചെയ്തതിനു ശേഷം വാഷർ ഇട്ട് നമ്മൾ ട്യൂബുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് കാണാൻ സാധിക്കും. നമ്മുടെ കൺട്രോൾ ഹെഡ്, അതായത് പമ്പിൽ നിന്നും വരുന്ന പമ്പിന്റെ എല്ലാ സംവിധാനങ്ങളും GI മെറ്റീരിയൽ കൊണ്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. അതിൽ നിന്ന് വരുന്ന ആദ്യത്തെ കണക്ഷൻ നമ്മൾ ഫിൽറ്ററിലേക്ക് വേണം കൊടുക്കാൻ. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പമ്പിന്റെ എൻഡ് പോയിന്റ് നമ്മൾ എപ്പോഴും ഫിൽറ്ററിലേക്ക് വേണം കണക്ട് ചെയ്യാൻ.
ഇതിന്റെ കൺട്രോൾ ഹെഡിൽ വരുന്ന ഒരു വിഭാഗം വാട്ടർ മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് മൊത്തത്തിൽ പൈപ്പുകളിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ അളവ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് വാട്ടർ മീറ്റർ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ശാസ്ത്രീയമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഫിൽറ്ററിൽ തന്നെ ഡ്രെയിൻ കോക്ക് അഥവാ ബാക്ക് വാഷ് വാൽവ് കാണും. അപ്പൊ ഈ ബാക്ക് വാഷ് വാൽവ് നമ്മൾ ഇട ദിവസങ്ങളിൽ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടാമിനേറ്റഡ് വാട്ടർ, അതായത് ചെളി രൂപത്തിലുള്ള വെള്ളം നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നു. മാത്രമല്ല അതിനുശേഷം ഫിൽറ്ററിങ്ങിന് ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം നല്ല പൈപ്പുകളിലൂടെ എത്തിക്കുന്നതിനും മാത്രമല്ല ഫിൽട്രേഷൻ എഫിഷ്യൻസി കാര്യക്ഷമമാക്കുവാനും നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് ഫിൽറ്ററുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഫിൽറ്ററുകളിൽ ഫ്ലഷ് വാൽവ് ഉള്ള സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ശാസ്ത്രീയമായി നമ്മൾ ഡ്രിപ്പ് ലൈൻ ഇട്ടിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. സബ്മെയിൻ പൈപ്പുകളിൽ നിന്നും റോ ടു റോ സ്പേസിംഗ് പർട്ടിക്കുലർ സ്പേസിംഗ് ഫിക്സ് ചെയ്തതിനു ശേഷം ലാറ്ററൽസ് പൈപ്പിൽ ഹോളുകൾ ഡ്രില്ല് ചെയ്ത് വാഷറുകൾ ഇട്ടതിന് ശേഷം ലാറ്ററൽ ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. അപ്പോൾ എമിറ്റർ അനുസൃതമായി ഓൺലൈൻ എമിറ്റേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ നനവിന്റെ വിസ്തൃതി ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ കൃഷിഭൂമി മൊത്തമായിട്ടും ഇത് നനയുന്നില്ല, ചെടികളുടെ ചോട്ടിൽ മാത്രമേ ഒരു നിശ്ചിത വൃത്തപരിധിയിൽ നനവ് വരുന്നുള്ളൂ. ആയതിനാൽ കളശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ സബ് മെയിനിൽ തന്നെ പ്രഷർ ഗേജ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ മർദ്ദമാപിനിയിലൂടെ തന്നെ പമ്പ് ഓൺ ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ നീഡിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എത്രമാത്രം മർദ്ദമാണ് നമ്മുടെ പൈപ്പിലൂടെയുള്ള വെള്ളത്തിനുള്ളതെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധ്യമാകും. ആയതിനാൽ നമ്മുടെ ലാറ്ററൽ, അതായത് ഏറ്റവും എൻഡ് പോയിന്റിലുള്ള ഹെഡ് എൻഡിലും ടെയിൽ എൻഡിലും ഉള്ള ചെടികൾക്ക് എല്ലാം ഒരേ രീതിയിൽ യൂണിഫോം ആയിട്ട് ഇറിഗേഷൻ പോസിബിൾ ആണോ എന്ന് നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫീൽഡ് ലെവലിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ചിത്രമാണ്. സബ്മെയിൻ പൈപ്പുകളിൽ നിന്നും സബ്മെയിൻ പൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ സബ്മെയിൻ പൈപ്പുകൾ ഇതിൽ ചിത്രത്തിൽ കണ്ടു. നമ്മൾ ഉപയോഗിക്കുമ്പോൾ 40 mm ഒക്കെ വ്യാസമുള്ള പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് 6 kg/square cm ആണ്. കുറഞ്ഞത് 6 kg/square cm 40 mm വ്യാസവുമുള്ള പൈപ്പുകളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപപൈപ്പുകളായിട്ട് ഉപയോഗിക്കേണ്ടത്. 40 അഥവാ നമ്മൾ വിളകൾക്കനുസരിച്ച് കൂടുതൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈനിങ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് കൃത്യമായിരിക്കണം. ലാറ്ററൽ പൈപ്പുകൾ, സബ്മെയിൻ പൈപ്പുകൾ അഥവാ ഉപപൈപ്പുകളിൽ നിന്നും നമ്മൾ ഹോളുകൾ ഡ്രില്ല് ചെയ്ത് വാഷറുകൾ ഇട്ട് അതിലേക്കാണ് നമ്മൾ ഈ ലാറ്ററുകൾ ഘടിപ്പിക്കുന്നത്. ഉപപൈപ്പുകളിലേക്ക് നിന്നുള്ള ജലം ഡ്രിപ്പറുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലാറ്ററൽ പൈപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രം ദി വാട്ടർ സോഴ്സ് പമ്പ് ചെയ്യുന്ന വെള്ളം ഫിൽറ്ററുകളിലൂടെ കടന്നുപോയി മെയിൻ ലൈനുകൾ വഴി വന്ന് സബ് മെയിൻ ലൈനിലൂടെ ലാറ്ററുകൾ വഴി ഡ്രിപ്പറിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ എമിറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലാറ്ററൽ പൈപ്പുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സാധാരണയായി നമുക്ക് 12 mm, 16 mm, 20 mm വ്യാസമുള്ള പൈപ്പുകൾ വിപണിയിൽ ലഭ്യമാണ്. ലാറ്ററൽ പൈപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലീനിയർ ലോ ഡെൻസിറ്റി പോളി എഥിലിൻ അഥവാ ലോ ഡെൻസിറ്റി പോളി എഥിലിൻ മെറ്റീരിയൽ കൊണ്ടാണ്. ആയതിനാൽ ഇത്തരം പൈപ്പുകൾക്ക് സാധാരണ ഭൂമിക്ക് മുകളിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സൂര്യപ്രകാശത്തിന്റെ UV റേസ് ഒന്നും ഇതിൽ തട്ടിയാൽ പോലും യാതൊരു പ്രശ്നവും ഇതിനുണ്ടാവില്ല. ഇതിന് യാതൊരു കേടുപാടുകളും സംഭവിക്കുകയില്ല. അതിനാൽ 16 mm, 12 mm, 20 mm വലിപ്പമുള്ള പൈപ്പുകൾ നമുക്ക് ഓരോ വിളകൾക്കും അനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ നമ്മൾ ലാറ്ററൽ പൈപ്പുകളുടെ വലിപ്പം തീരുമാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതായത് കൃഷിയിടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള ഉയര വ്യത്യാസം. ഉയര വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കർഷണം മൂലമുണ്ടാകുന്ന നിർഗമന ശേഷി എന്നിവയെല്ലാം കണക്കിലെടുത്ത് വേണം ലാറ്ററലിന്റെ വലിപ്പം നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇത് നമ്മൾ ലാറ്ററൽ പൈപ്പുകൾ കൃഷിഭൂമിയിൽ വിവിധ വിളകളിലേക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. ഇനി ലാറ്ററലിൽ നിന്നുള്ള ജലം ഇനി നമുക്ക് എമിറ്ററുകൾ അഥവാ ഡ്രിപ്പറുകൾ വഴി
റൂട്ട് സോൺ ഏരിയയിലേക്ക്, പ്ലാന്റ്സിന്റെ റൂട്ട് സോൺ ഏരിയയിലേക്ക് നേരിട്ട് എത്തുന്നു. ജലം തുള്ളിയായി ചെടിയുടെ വേരുപടലങ്ങളിൽ നൽകുന്ന ഒരു സംവിധാനമാണ് എമിറ്ററുകൾ, പ്രവർത്തനമാണ് എമിറ്ററുകൾ നടത്തുക. അതായത് നിലവിൽ മണിക്കൂറിൽ 2 ലിറ്റർ മുതൽ 24 ലിറ്റർ വരെ വെള്ളം നൽകുന്ന ഡ്രിപ്പറുകൾ വിപണിയിൽ ലഭ്യമാണ്. അതായത് കുറഞ്ഞത് പച്ചക്കറി വിള 2 ലിറ്റർ മണിക്കൂറിൽ 2 ലിറ്റർ ഡിസ്ചാർജ് റേറ്റ് ഉള്ള ഡ്രിപ്പറുകൾ ഉപയോഗിക്കാം. കൂടിയ തോതിലുള്ള നിർഗമന ശേഷിയുള്ള 24 ലിറ്റർ വെള്ളം പുറത്തേക്ക് നൽകുന്ന ഡ്രിപ്പറുകളും നിലവിൽ ലഭ്യമാണ്. സോ ഇതിൽ നമ്മൾ ഡ്രിപ്പറുകൾ, സെലക്ഷൻ ഓഫ് ഡ്രിപ്പറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞ നിർഗമന ശേഷി, അതായത് നിർഗമന ശേഷി ഉള്ളവ, മർദ്ദ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നിർഗമനത്തിൽ വ്യത്യാസം കാണിക്കാത്തവ, തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ ഗുണമുള്ളവ എന്നിവ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതായത് നമുക്കറിയാം പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പേഴ്സ് നമുക്ക് നിലവിൽ ലഭ്യമാണ്. അതായത് ഉയര വ്യതിയാനങ്ങൾക്കനുസരിച്ച്, അതായത് ചെരിഞ്ഞ ഭൂപ്രദേശങ്ങളിലേക്കും അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പറുകൾ നിലവിൽ ലഭ്യമാണ്. ഇതിൽ തന്നെയുള്ള ഡയഫ്രം സംവിധാനം മർദ്ദ വ്യതിയാനങ്ങൾക്ക് യാതൊരു പ്രശ്നവും കൂടാതെ തന്നെ വെള്ളം പുറത്തേക്ക് വിടുന്നത് കൃത്യമായിട്ട് ഒരേ റേറ്റിൽ മുകളിലത്തെ ചെടിക്കും താഴത്തെ ചെടിക്കും നൽകാനായിട്ട് സാധിക്കും. അതായത് ഒരു ഹില്ലി ഏരിയയിലാണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് മർദ്ദം, പ്രഷർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? താഴ്ന്ന പ്രദേശത്തായിരിക്കും ഏറ്റവും അധികം മർദ്ദം ഉണ്ടാവുക. ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദത്തിന്റെ അളവ് കുറവായിരിക്കും. പൊതുവെ കർഷകർക്ക് സംശയം ഉണ്ടാകാം, ചെരിഞ്ഞു കിടക്കുന്ന ഈ ഭൂപ്രതലത്തിൽ എല്ലാ ചെടികൾക്കും ഒരേ രീതിയിൽ വെള്ളം ലഭിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇതിനനുസൃതമായി തന്നെ നിലവിൽ വിപണിയിൽ പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പേഴ്സ് അവൈലബിൾ ആണ്. അവ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ചെടികൾക്കും, അതായത് ഹെഡ് എൻഡ് മുതൽ ടെയിൽ എൻഡ് വരെയുള്ള എല്ലാ ചെടികൾക്കും ഒരേ രീതിയിൽ നമുക്ക് വെള്ളം നൽകുവാനായിട്ട് സാധിക്കും. ഇൻലൈൻ ഡ്രിപ്പറുകളുടെ ചിത്രമാണിത്. ഇൻലൈൻ ഡ്രിപ്പർ എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വാട്ടർ ക്യാരിങ് സിസ്റ്റംസ് എല്ലാം തന്നെ ലാറ്ററൽ പൈപ്പിൽ ഇൻബിൽറ്റ് ആയിരിക്കും. ഇത് നമ്മുടെ വാട്ടർ ക്യാരിങ് പാത്താണ്. വെള്ളം അതായത് ഈ വിടവുകളിലൂടെ വെള്ളം സഞ്ചരിച്ച് ഇതിൽ തന്നെ, അതായത് ലാറ്ററൽ പൈപ്പുകളിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ സംവിധാനത്തിലൂടെ ഔട്ട്ലെറ്റ് വഴി തുള്ളിയായി വെള്ളം പുറത്തേക്ക് വരുന്ന സംവിധാനം. അതായത് എൻറ്റയർ വാട്ടർ ക്യാരിങ് സിസ്റ്റം ഇൻബിൽറ്റ് ആയിരിക്കും, അതായത് ഇൻസൈഡ് ദി ലാറ്ററൽ ഇൻബിൽറ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻലൈൻ ഡ്രിപ്പറുകൾ എന്ന് പറയുന്നത്. സാധാരണ ഇൻലൈൻ ഡ്രിപ്പറുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ക്ലോസ്ലി സ്പേസ്ഡ് ക്രോപ്സിനാണ്, എസ്പെഷ്യലി ഫോർ വെജിറ്റബിൾസ്. അതായത് പച്ചക്കറി വിളകൾക്കാണ് ഇൻലൈൻ ഡ്രിപ്പറുകൾ ഏറ്റവും അനുയോജ്യം. വാഴകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇൻലൈൻ ഡ്രിപ്പറുകൾ, വാഴകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്നാൽ പച്ചക്കറി വിളകളെല്ലാം, അതായത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ്ലി സ്പേസ്ഡ് ക്രോപ്സ് ആണ്. പല ചെറിയ ക്ലോസ്ലി സ്പേസ്ഡ് ക്രോപ്സ് ആകുമ്പോൾ നമുക്ക് 30 മുതൽ തന്നെ 150 സെന്റിമീറ്റർ തമ്മിലുള്ള അകലം ക്രമീകരിച്ച് കമ്പനിയിൽ നിന്ന് തന്നെ വിപണിയിൽ നമുക്കിത് ലഭ്യമാകുന്നു. ഇതിന് നിർഗമന ശേഷി 2 മുതൽ 8 ലിറ്റർ, മണിക്കൂറിൽ 2 മുതൽ 8 ലിറ്റർ ജലം ഇത് ജലസേചനം ചെയ്ത് പുറത്തേക്ക് തരുന്നുണ്ട്. ഇൻലൈൻ ഡ്രിപ്പ് സിസ്റ്റത്തിന്റെ ലാറ്ററലിന്റെ വ്യാസം 12 mm, 16 mm, 20 mm. അങ്ങനെ വിവിധ വ്യാസങ്ങളിലുള്ള ഇൻലൈൻ ഡ്രിപ്പ് സംവിധാനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിന്റെ കുറഞ്ഞ, അതായത് ഇൻലൈൻ ഡ്രിപ്പ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തന മർദ്ദം, ഓപ്പറേറ്റിംഗ് പ്രഷർ എന്ന് പറയുന്നത് 0.5 to 2.5 kg/cm². മർദ്ദം വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. കൃത്യമായിട്ടുള്ള മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് റേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഓൺലൈൻ ഡ്രിപ്പറുകളാണ്. ഓൺലൈൻ ഡ്രിപ്പറുകൾ സാധാരണ വൈഡ്ലി സ്പേസ്ഡ് ക്രോപ്സിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കൂടിയ വിളകൾക്ക് നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം, പിന്നോട്ട് ഹോൾ ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ഓൺലൈൻ ഡ്രിപ്പർ സംവിധാനം ഇൻസേർട്ട് ചെയ്യുന്നു. അതിൽ നിന്നും കൃത്യമായി വെള്ളം ചെടിയുടെ വേരിന്റെ ചോട്ടിലേക്ക് എത്തുന്നു. സോ ദിസ് ഈസ് ഇൻലൈൻ സിസ്റ്റം ആൻഡ് ദിസ് ഈസ് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇൻലൈൻ ഡ്രിപ്പേഴ്സ് നമ്മൾ വെജിറ്റബിൾ ക്രോപ്സിനും പ്രിഫർ ചെയ്യുമ്പോൾ ഓൺലൈൻ സംവിധാനം ഫ്രൂട്ട് ട്രീസിനും അതുപോലെ തെങ്ങ്, മറ്റ് പല ജലാവശ്യം കൂടിയ വിളകൾക്കുമാണ് ഏറ്റവും അഭികാമ്യം. നമുക്ക് ഓൺലൈൻ സംവിധാനത്തിൽ തന്നെ, ഓൺലൈൻ സംവിധാനം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനും, അതായത് സമ്മിശ്ര വിളചംക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഇതിൽ തന്നെ നമ്മൾ ഡമ്പി ഉപയോഗിച്ച് ഹോളുകൾ സീൽ ചെയ്തതിനു ശേഷം പിന്നീട് പല രീതിയിൽ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാനും സാധ്യമാകും. പല രീതിയിലുള്ള
എമിറ്റേഴ്സ് വിപണിയിൽ ലഭ്യമാണ്. പല കമ്പനികളുടേതും പല നിർമ്മിതികളുടെയും ലഭ്യമാണ്. ജൈൻ ഇറിഗേഷൻ സിസ്റ്റം, നെറ്റാഫം, അതുപോലെ പല നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലുമുള്ള പല കമ്പനികളും പല രീതിയിലുള്ള എമിറ്റേഴ്സ് പുറത്തിറക്കുന്നുണ്ട്. ഇത് ജയലോക്ക് എമിറ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് കോണിക്കൽ ഷേപ്പിലുള്ള ഈ പോർഷൻ, അതായത് ചെരിഞ്ഞ ഈ ഭാഗമാണ് ലാറ്ററൽ പൈപ്പിലേക്ക് ഹോൾ ചെയ്ത് നമ്മൾ കടത്തുന്നത്. ചിത്രത്തിൽ നിന്നും വ്യക്തമാണ്. പിന്നീട് ഈ ഹോൾ വഴി, അതായത് ചെറിയ ഈ സുഷിരങ്ങളിലൂടെയാണ് മർദ്ദിതമായി വരുന്ന ജലം ഇതിലൂടെ കടന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് ക്ലീൻ ചെയ്യാനും സാധിക്കും. നമ്മൾ മെയിൻ്റനൻസ് പരിപാലനത്തിന്റെ ഭാഗമായിട്ട് ലാറ്ററൽ പൈപ്പുകൾ എൻക്യാപ്പ് ഊരി ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഡ്രിപ്പറുകളും ഓൺലൈൻ ഡ്രിപ്പറുകളും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധ്യമാണ്. ജയലോക്ക് ഡ്രിപ്പേഴ്സ് നമുക്ക് ജാതി പോലുള്ള പല വൃക്ഷവിളകൾക്ക് വളരെയധികം അനുയോജ്യമാണ്. കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ പോസിബിൾ ആണ്. 8 ലിറ്ററിന്റെ 16 ലിറ്ററിന്റെ 4 ലിറ്ററിന്റെ എല്ലാം ജയലോക്ക് ഡ്രിപ്പേഴ്സ് കമ്പനിയിൽ പല നിർമ്മിതികളിൽ വിപണിയിൽ ലഭ്യമാണ്. ഇതിന്റെ കളർ കോഡുകൾ മാറുന്നതിനനുസരിച്ച് ഓരോ കമ്പനിയുടെയും ഇതും പല രീതിയിലുള്ള കളറിലുള്ള എമിറ്റേഴ്സ് അവൈലബിൾ ആണ്. ഓരോ കളേഴ്സിനും ഓരോ ഡിസ്ചാർജ് റേറ്റ് ആയിരിക്കും സ്പെസിഫൈ ചെയ്തിരിക്കുക. ആ രീതിയിൽ കർഷകർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യവും നിലവിലുണ്ട്. പല രീതിയിലുള്ള നമ്മുടെ എമിറ്റേഴ്സുകളാണ്. അതിന്റെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റേക്ക് പോലുള്ള സംവിധാനം വഴി നമുക്ക് പോട്ട്, അതായത് ചെടിച്ചട്ടിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ട്യൂബുകൾ വഴി എമിറ്ററുകൾ സ്റ്റേക്കിൽ നമ്മൾ ഘടിപ്പിച്ചതിന് ശേഷം ഇത് വഴി നമുക്ക് വെള്ളം കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. ഇത് ഗ്രോ ബാഗിൽ നമ്മൾ സാധാരണയായി നൽകി വരുന്ന രീതിയാണ്. ലാറ്ററൽ പൈപ്പുകളിൽ നിന്ന് പിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം മൈക്രോ ട്യൂബ് 4mm 6mm മൈക്രോ ട്യൂബ്സ് അവൈലബിൾ ആണ്. ഈ മൈക്രോ ട്യൂബുകൾ ഇതിലേക്ക് ഘടിപ്പിച്ചതിന് ശേഷം സ്റ്റേക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്തത് മൈക്രോ ട്യൂബിന്റെ എൻഡ് പോയിന്റിൽ നമുക്ക് ഡ്രിപ്പറുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഗ്രോ ബാഗ് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പല രീതിയിലുള്ള പല കൃഷികൾക്കും നമുക്കറിയാം ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഹൈടെക് ഫാമിങ്ങിന്റെ അടിസ്ഥാന ഘടകമാണ്. അതായത് പോളി ഹൗസുകളിൽ നമുക്ക് ഇറിഗേഷൻ സിസ്റ്റത്തിന് മിസ്റ്റ്, ഫോഗറുകൾ എന്നീ സംവിധാനങ്ങൾ ഇല്ലാതെ ഹരിതഗൃഹ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മൾ പ്ലാസ്റ്റിക് മൾച്ചിങ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ വിജയകരമായി കൃത്യത കൃഷി നമുക്ക് നടപ്പിലാക്കാനായി സാധ്യമാവുകയുള്ളൂ. നിലവിലെ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളായ മണ്ണില്ല കൃഷി, അതായത് സോയിൽലെസ് കൾട്ടിവേഷൻ, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നീ എല്ലാ നൂതന സാങ്കേതിക വിദ്യകൾക്കും മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിലകൊള്ളുന്നു. ഇനി നമ്മൾ ഫിൽട്ടറുകളിലേക്ക് വരുന്നു. ഫിൽട്ടറുകൾ അഥവാ അരിപ്പകൾ, മണലരിപ്പ, സ്ക്രീൻ അരിപ്പ, സെൻട്രിഫ്യൂഗൽ അരിപ്പ, ഡിസ്ക് അരിപ്പ എന്നിങ്ങനെ 4 രീതിയിലുള്ള അരിപ്പകളാണ് നിലവിലുള്ളത്. അതിൽ തന്നെ നമ്മുടെ സെൻട്രിഫ്യൂഗൽ അരിപ്പയും മണലരിപ്പയും പ്രൈമറി ഫിൽട്ടേഴ്സ് ആണ്. മണലരിപ്പ പ്രൈമറി ഫിൽട്ടർ ആണ്. പായൽ പോലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് മണലരിപ്പ നമ്മൾ ഉപയോഗിക്കുന്നത്. സാൻഡ് ഫിൽട്ടർ, സിലിക്ക കൊണ്ടുണ്ടാക്കിയ സാൻഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിൽ മീഡിയയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ വെള്ളം കടന്നു പോവുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ഫിൽട്ടർ അഥവാ ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടർ നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, സെൻട്രിഫ്യൂഗൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വോർട്ടെക്സ് ആക്ഷനിൽ കടങ്ങുന്ന ജലത്തിലെ ഹെവിയർ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ്, മണൽത്തരികൾ, ഖരവസ്തുക്കൾ എന്നിവ സെന്റിലിൻ ടാങ്കിൽ വന്നടിയുന്നു. അങ്ങനെ പ്രൈമറി ഫിൽട്ടർ ആയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫിൽട്ടറും സാൻഡ് ഫിൽട്ടറും ഉപയോഗിക്കുന്നു. ഡിസ്ക് ഫിൽട്ടർ നമ്മൾ സെക്കൻഡറി ഫിൽട്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പോളിപ്രോപ്പിലിൻ കൊണ്ട് നിർമ്മിച്ച ഡിസ്കുകൾ അടുക്കി വെച്ചാണ് ഈ അരിപ്പ ഉണ്ടാക്കിയിരിക്കുന്നത്. 200 മുതൽ 400 മൈക്രോൺ വരെ വലിപ്പമുള്ള അരിപ്പകൾ നമുക്ക് ലഭ്യമാണ്. ഒരു ഷാഫ്റ്റിൽ ഡിസ്കുകൾ, ധാരാളം ഡിസ്കുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതിലുണ്ടാകുന്ന സെറേഷൻസിൽ വാട്ടർ എക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ മാലിന്യങ്ങൾ ഇതിൽ വന്ന് അടിയുകയും ശുദ്ധമായ, അതായത് ക്ലീൻഡ് ആയിട്ടുള്ള വാട്ടർ ജലസേചന പൈപ്പുകളിലേക്ക് ഔട്ട്ലെറ്റ് വഴി കടത്തിവിടുകയും ചെയ്യുന്നു. അതുപോലെ സ്ക്രീൻ ഫിൽട്ടറും സെക്കൻഡറി ഫിൽട്ടറാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനാണ് സ്ക്രീൻ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. സാധാരണ പുരയിട കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഫാമിലി ഡ്രിപ്പ് കിറ്റുകളിലും അതുപോലെ തന്നെ മറ്റ് ചെറിയ വിസ്തൃതിയിലേക്കുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലും നമ്മൾ സ്ക്രീൻ ഫിൽട്ടർ കൃത്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല ടെറസ് ഗ്രോ ബാഗ് കൾട്ടിവേഷനിൽ വരുന്ന കിറ്റുകളിലും സ്ക്രീൻ ഫിൽട്ടർ ലഭ്യമാണ്. ഇത് കൂടാതെ അരിപ്പകൾ കൂടാതെ മർദ്ദ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രഷർ ഗേജ്, അതുപോലെ തന്നെ എയർ റിലീസ് വാൽവ് എന്നിവയും ഫിൽട്ടറിനോടൊപ്പം നമ്മൾ ഘടിപ്പിക്കണം.
ഇത് വിവിധ ഫിൽട്ടറുകളുടെ ചിത്രങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും. സാൻഡ് ഫിൽട്ടർ നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇതിൽ തന്നെ നിലവിൽ ലഭ്യമാണ്. അത് നമ്മൾ മെയിൻ വാൽവ് ക്ലോസ് ചെയ്ത് മറ്റു വാൽവുകൾ തുറന്നതിന് ശേഷമാണ് ബാക്ക് വാഷ് സംവിധാനം നമ്മൾ നടത്തുക. അതുപോലെ സ്ക്രീൻ ഫിൽറ്ററിന്റെ ഫിൽട്ടർ എലമെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫിൽട്ടർ എലമെന്റ് ആണ് ഫിൽട്ടറിംഗ് പ്രോസസ് നടത്തുന്നത്. അപ്പൊ നമ്മൾ ഈ കവർ അതായത് പല നിർമ്മിതികൾ ലഭ്യമാണ്. GA കൊണ്ട് ഉണ്ടാക്കിയവ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ, PVC കൊണ്ടുണ്ടാക്കിയ കവറുകളും നിലവിൽ ലഭ്യമാണ്. GA ഉണ്ടാക്കുന്നതിൽ കൊറോഷൻ അതായത് തുരുമ്പ് വരാനുള്ള സാധ്യത ധാരാളമായിട്ട് നമ്മൾ കാണുന്നതിനാൽ ഇപ്പോൾ PVC കൊണ്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച കവറുകളിലെ ഫിൽട്ടേഴ്സ് ആണ് വ്യാപകമായി കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത്. ഫിൽറ്ററിൽ തന്നെ പ്രഷർ ഗേജ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോയിന്റുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് പ്രഷർ റേഷ്യോ അനുസരിച്ച് നമുക്ക് കണ്ടാമിനേഷൻ എത്രമാത്രം കൂടുതൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതിനും അത് ക്ലീൻ ചെയ്യാനും സഹായകമാകും. ഇത് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ അഥവാ സെൻട്രിഫ്യൂഗൽ ഫിൽറ്ററിന്റെ ചിത്രമാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇൻലെറ്റിൽ കൂടി വരുന്ന വെള്ളം വോർട്ടെക്സ് ആക്ഷനിൽ കറങ്ങുന്നത് വഴി ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യപ്പെടുകയും ക്ലീൻ വാട്ടർ ഔട്ട്ലെറ്റ് വഴി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. മീഡിയ ഫിൽറ്ററിന്റെ ഒരു ചിത്രമാണ്. മണലരിപ്പ അഥവാ സ്ക്രീൻ ഫിൽറ്റർ, അതിന്റെ ഒരു ചിത്രം. ഇത് തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീൻ അരിപ്പയുടെ ഒരു രേഖാചിത്രമാണ്. ഫിൽട്ടർ എലമെന്റ് ആണ് ഇതിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഊരി മാറ്റി എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. ഒരു കൃഷിക്കാരന്റെ കയ്യിൽ വളരെ പഴക്കമുള്ള ഒരു സ്ക്രീൻ അരിപ്പ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതിന്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ബാക്ക് വാഷ് വാൽവും ഉണ്ട്. ഡിസ്ക് അരിപ്പ നമ്മളുടെ കവറുകൾ ഈ ഹാൻഡിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ ഫിൽട്ടർ എലമെന്റ് ഉണ്ട്. ഈ ഫിൽട്ടർ എലമെന്റിന്റെ ഷാഫ്റ്റിൽ വിവിധ സ്പേസിംഗിൽ ധാരാളം ഡിസ്കുകൾ അടുക്കിയിട്ടുണ്ട്. ഈ ഡിസ്ക് പോളിപ്രോപ്പിലിൻ കൊണ്ട് നിർമ്മിച്ച ഡിസ്കുകളാണ്. ഇതിലുള്ള പാളികളിൽ ഈ വെള്ളം ക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാലിന്യങ്ങൾ വന്ന് അടിക്കുകയും ക്ലീൻ വാട്ടർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വിവിധ ചിത്രങ്ങളാണ് ഡിസ്ക് അരിപ്പയുടെ. PVC കൊണ്ടുള്ള കവറിന്റെ ചിത്രമാണ്. സ്ക്രീൻ ഫിൽട്ടറിംഗ് എലമെന്റ്സും വിവിധ തരത്തിലുള്ള അരിപ്പകളും അവയുടെ ഫിൽട്ടർ എലമെന്റുകളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടർ ഫിറ്റിംഗ്സ് നമുക്കറിയാം. ഇത് പല രീതിയിൽ നമുക്ക് ഓരോ കൃഷിക്കാരന്റെ കൃഷിസ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും ലേ ഔട്ട്. നമ്മുടെ കാർഷിക മേഖലയിൽ തന്നെ നമ്മുടെ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി കൈവശ ഭൂമിയുടെ വിസ്തീർണം കൃഷിക്കാരന് വളരെ കുറവാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സെന്റ് കണക്കിന് ഭൂമി മാത്രമേ കർഷകന് സ്വന്തമായിട്ടുള്ളൂ. ലെസ് ദാൻ 0.12 ഹെക്ടർ ആണ് പെർ ക്യാപിറ്റ ലാൻഡ് കപ്പാസിറ്റി. അതായത് ശരാശരി കൈവശ ഭൂമിയുടെ വിസ്തീർണം 0.12 ഹെക്ടർ താഴെ മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുന്ന പ്രദേശങ്ങളിൽ പല രീതിയിലും പല ഫിറ്റിംഗ്സും ഘടിപ്പിച്ച് മാത്രമേ നമുക്ക് സിസ്റ്റം ലേഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള T ജോയിന്റ്സ്, എൽബോ, എൻഡ് ക്യാപ്പ്, വാഷേഴ്സ്, സ്ട്രെയിറ്റ് കണക്ടേഴ്സ്, അതുപോലെ തന്നെ 16 to 12 mm അഡാപ്റ്റേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള സംവാഷേഴ്സ് എന്നിവ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് സംവിധാനങ്ങൾ ഇതിൽ വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒരു ചിത്രമാണിത്. ഇത് നമ്മുടെ വിവിധ പല സ്ഥലങ്ങളിൽ പല ഫിറ്റിംഗ്സുകളും ഉപയോഗിച്ചുകൊണ്ട് PVC പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. ഡിസൈനിൽ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, പൊതുവിവരങ്ങൾ ശേഖരിക്കണം, സ്ഥലത്തിന്റെ ലേഔട്ട് ഉണ്ടാക്കണം, വിളയുടെ ജലാവശ്യം നിർണ്ണയിക്കണം, ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ്, അതായത് പെർ ഡേ ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പ്രധാനമായും നിർണ്ണയിക്കുന്നത് ഇവാപോ ട്രാൻസ്പിരേഷൻ റേറ്റ്, പാൻ ഫാക്ടർ, ക്രോപ്പ് വാട്ടർ, ക്രോപ്പ് കോഎഫിഷ്യന്റ് എന്നീ, അതുപോലെ ഏരിയ ഓഫ് ദി ക്രോപ്പ് എന്നീ വിവിധ ഘടകങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന അതിൽ നിന്നും എത്രയാണോ ലഭിക്കുന്നത് നമ്മുടെ ജലാവശ്യം, അതായത് 20 ലിറ്റർ പെർ ഡേ പെർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ വിളകൾക്കും അതത് പ്രദേശത്തിന് അനുയോജ്യമായിട്ട് പെർ ഡേ ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന് കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങൾ, ഒബ്സർവേറ്ററി സിസ്റ്റം സംവിധാനത്തിൽ നമ്മൾ ഓപ്പൺ പാൻ ഇവാപ്പറോമീറ്ററിൽ നിന്നുമാണ് ഓരോ പ്രദേശത്തിന്റെയും ET നമ്മൾ കണ്ടുപിടിക്കും. പിന്നീട് അതിനനുസരിച്ച് ബാക്കിയുള്ള ഫാക്ടേഴ്സും ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു വിളയ്ക്ക് എത്രമാത്രം ജലമാണ് ആവശ്യം എന്നുള്ള
ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുക. പിന്നീട് നമ്മൾ പമ്പ്, ഹൈഡ്രോളിക് ഡിസൈൻ, അതുപോലെ പമ്പിന്റെ HP നമ്മൾ നിർണ്ണയിക്കുന്നതും ഇതിൽ പ്രാധാന്യമേറിയതാണ്. വിവിധ വിളകളിൽ ലാറ്ററൽസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. വാഴയിൽ സാധാരണമായി ഒരു വരിക്ക് ഒരു ലാറ്ററൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ഒരു വരിക്ക് ഒരു ലാറ്ററൽ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 വരിക്ക് ഒരു ലാറ്ററലും ഇടാനായി സാധിക്കും. ഇതിന് മുന്നേ ഉള്ള ചിത്രത്തിൽ ഒരു വരിക്ക് ഒരു ലാറ്ററൽ ആയിരുന്നു. ഇവിടെ നമുക്ക് 2 വരിക്ക് ഒരു ലാറ്ററൽ ഇടാം. ഇത് നമ്മൾ മൈക്രോ ട്യൂബുകൾ വഴി ഇത് വാഴയുടെ ചോട്ടിലേക്ക് ഇത് ട്യൂബ് ഘടിപ്പിച്ച് എമിറ്റേഴ്സ് വഴി നമുക്ക് ജലം എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലാറ്ററലിന്റെ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റും കുറയ്ക്കാനായിട്ട് സാധിക്കും. സാധാരണ ഒരു വരിക്ക് ഒരു ലാറ്ററൽ ആകുമ്പോൾ വാഴയുടെ ജലാവശ്യം നമുക്ക് ഇപ്പോൾ 16 മുതൽ 25 ലിറ്റർ ആണെങ്കിൽ 16 ലിറ്ററിലേക്ക് നമുക്ക് 8 ലിറ്ററിന്റെ 2 എമിറ്റേഴ്സ് ആണ് ആവശ്യം. അതായത് ഒരു വാഴയ്ക്ക് 8 ലിറ്ററിന്റെ 2 എമിറ്റേഴ്സ് ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ ഒരു വാഴയുടെ ചുവട്ടിൽ 2 എമിറ്ററുകൾ വെക്കുമ്പോൾ രാവിലെയും വൈകിട്ടും 1.5 മണിക്കൂർ ജലസേചനം പമ്പ് ഓൺ ചെയ്യുന്നതിലൂടെ 1 മണിക്കൂർ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 16 ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരു വാഴയ്ക്ക് ലഭ്യമാകുന്നു. ആ രീതിയിൽ വേണം നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി പച്ചക്കറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പച്ചക്കറി വിളകൾക്ക് 2 മുതൽ 4 ലിറ്റർ ആണ് ഒരു ദിവസത്തെ ജലാവശ്യം. അപ്പോൾ സാധാരണ നമ്മൾ 2 ലിറ്ററിന്റെ ഓൺലൈൻ ഡ്രിപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇൻലൈൻ ഡ്രിപ്പേഴ്സ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണിന്റെ ഘടനയ്ക്കനുസരിച്ചും കാലാവസ്ഥയ്ക്കനുസരിച്ചും അതായത് ഇറിഗേഷൻ ടൈമിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. പല രീതികളിൽ നമുക്ക് പല വിളകൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് വിവിധ വിളകളുടെ ജലാവശ്യത്തിന്റെ ചിത്രമാണ്. തെങ്ങിലേക്ക് നമ്മൾ സാധാരണയായി തെങ്ങ് നമ്മൾ 7.5 അല്ലെങ്കിൽ 8.8 അകലത്തിലാണ് നമ്മൾ തെങ്ങ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ 4 എമിറ്റേഴ്സ് 8 ലിറ്റർ പെർ മണിക്കൂർ നിർഗമന ശേഷിയുള്ള 4 എമിറ്റർ ഒരു തെങ്ങിന് ആവശ്യമായി വരും. സാധാരണ ഉപരിതല ജലസേചനം വഴിയാണെങ്കിൽ നമ്മൾ 100 ലിറ്റർ ആണ് ജലം നൽകുന്നത്. സാധാരണ നമ്മൾ തെങ്ങിന് തടമെടുക്കുമ്പോൾ 1.8 മീറ്റർ റേഡിയസിൽ 10 മുതൽ 20 സെന്റിമീറ്റർ ആഴത്തിലാണ് ബേസിൻ എടുക്കുന്നത്, തടമെടുക്കുന്നത്. ആ രീതിയിൽ എടുക്കുന്ന തളത്തിൽ ഏകദേശം 400 മുതൽ 600 ലിറ്ററോളം വെള്ളം കൊള്ളും. അതായത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ നമ്മൾ ജലം നിറയ്ക്കുമ്പോൾ ഒരു ദിവസം 100 മുതൽ 120 ലിറ്റർ ജലമാണ് ഒരു ദിവസം ചെടിക്ക് തെങ്ങിൻ തൈകൾക്ക് ലഭ്യമാകുന്നത്. തൈയുടെ പ്രായം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക. അപ്പൊ ഇതിൽ നമുക്ക് ജലാവശ്യം എന്ന് പറയുന്നത് 30 മുതൽ 35 എന്ന് കാണിക്കുന്നുണ്ട്. ഇതിലെ ജലലാഭം 65 മുതൽ 70% ശതമാനമാണ്. അതായത് ഏറ്റവും അധികം ജലാവശ്യം കൂടിയ വിളയാണ് തെങ്ങ്. തെങ്ങിൽ തന്നെ നമുക്ക് 65% ജലലാഭം സാധ്യമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ 100 ലിറ്റർ സാധാരണ രീതിയിൽ ഒരു ദിവസം ഒരു ചെടിക്ക് വെള്ളം നൽകുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വഴി 4 എമിറ്ററുകൾ 8 ലിറ്റർ മണിക്കൂറിൽ ഡിസ്ചാർജ് 30 to 35 ലിറ്റേഴ്സ് പെർ ഡേ പെർ പ്ലാന്റ് ഇറിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അടയ്ക്ക, റബ്ബർ, വാഴ നമ്മൾ പൊതുവെ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. 2/2 ആണ് വരികൾ തമ്മിലും ചെടികൾ തമ്മിലുള്ള അകലമെങ്കിൽ 3 എമിറ്ററുകൾ 4 ലിറ്റർ പെർ മണിക്കൂർ നിർഗമന ശേഷിയുള്ളവ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് ജലാവശ്യം 10 മുതൽ 12 ലിറ്റർ ആണ് ഒരു ദിവസം ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ്. സാധാരണ രീതിയിൽ നമ്മൾ ജലം നൽകുന്നത് 20 ലിറ്റർ ആണ് ഒരു ദിവസം ഒരു ചെടിക്കെങ്കിൽ 40 മുതൽ 50% ജലം നമുക്ക് അതിലൂടെ ലാഭിക്കാനായിട്ട് സാധിക്കും. മറ്റ് വിളകളായ കശുമാവ്, സപ്പോട്ട, മറ്റ് പുഷ്പങ്ങളിൽപ്പെട്ട മുല്ല എന്നിവയ്ക്കെല്ലാം ഓരോ രീതിയിൽ നമുക്ക് 60% ജലം ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മേജർ ക്രോപ്പ് ആയിട്ടുള്ള പച്ചക്കറി വിളകൾക്ക് 1 എമിറ്റർ 2 ലിറ്റർ പെർ മണിക്കൂർ നിർഗമന ശേഷി ഉള്ളവയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ സാധാരണ ജലാവശ്യം നമ്മൾ 1 തൊട്ട് 2 ലിറ്റർ ആണ്. അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് 4 ലിറ്റർ വേണമെങ്കിൽ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ജലാവശ്യം 3 ലിറ്റർ ആണ് സാധാരണ ഉപരിതല ജലസേചന രീതിയിൽ നൽകുന്നതെങ്കിൽ 33 മുതൽ 60% നമ്മുടെ വാട്ടർ സേവിങ്സ് അല്ലെങ്കിൽ ജലലാഭം. അപ്പൊ ജലസേചനത്തിനായി പമ്പ് പ്രവർത്തിപ്പിക്കേണ്ട സമയം നമ്മൾ ഇനി നിർണ്ണയിക്കേണ്ടതുണ്ട്. കൃഷിക്കാർക്ക് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കർഷകർക്ക് എത്ര മണിക്കൂറത്തേക്കാണ് പമ്പ് പ്രവർത്തിപ്പിക്കേണ്ടത്. അത് നമുക്കൊരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വാഴയുടെ ജലാവശ്യം 12 ലിറ്റർ ആണെന്ന് ഇരിക്കട്ടെ.
മണിക്കൂറിൽ 4 ലിറ്റർ നിർഗമന ശേഷിയുള്ള 3 ഡ്രിപ്പറുകളാണ് നൽകുന്നതെങ്കിൽ മൊത്തം ജലാവശ്യത്തെ ഡ്രിപ്പറുകളുടെ എണ്ണത്തെയും നിർഗമന ശേഷിയും കൊണ്ട് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ 12/4 × 3 that will be equal to 12/12. അതായത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പ്രവർത്തിപ്പിക്കണം. അതിന്റെ പൊതുവായിട്ടുള്ള ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത് ഫോർമുല ചെടികളുടെ ജലാവശ്യത്തെ ജലം നൽകുന്ന തോത് കൊണ്ട് പമ്പ് പ്രവർത്തിപ്പിക്കേണ്ട സമയം നമുക്ക് നിശ്ചയിക്കാനായി സാധിക്കും. പമ്പിന്റെ കുതിര ശക്തി അറിയുന്നതിനുള്ള ഫോർമുലയാണിത്. ഇനി നമ്മൾ ഫെർട്ടിഗേഷനിലേക്ക് കടക്കുന്നു. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലത്തോടൊപ്പം ജലത്തിൽ ലയിക്കുന്ന വളങ്ങളും ചെടികളിലേക്ക് നൽകുന്ന സംവിധാനം. അതായത് ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ ത്രൂ ഇറിഗേഷൻ ഈസ് ഫെർട്ടിഗേഷൻ. രാസവളങ്ങൾ, സസ്യപോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. നമുക്ക് മലയാളത്തിൽ ജലവളസേചനം എന്നിതിനെ പറയാനായിട്ട് സാധിക്കും. ജലവളസേചനം കൊണ്ട് അഥവാ ഫെർട്ടിഗേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടത്തിലെ എല്ലാ വിളകൾക്കും ഒരേ അളവിൽ വളം നൽകാനായിട്ട് സാധിക്കുന്നു. ഒരേ അളവിൽ നമുക്കറിയാം, സാധാരണ ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്, അതായത് അടിവളം നൽകിയതിനു ശേഷം മേൽവളം നൽകുമ്പോൾ വിതറുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളം വിതറിയതിനു ശേഷം ധാരാളം ജലവും കർഷകർ ഒഴിക്കാറുണ്ട്. വളത്തോടൊപ്പം തന്നെ അധികമായി ജലവും നൽകാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ സാധാരണ ജലസേചനത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ജലനഷ്ടം സംഭവിക്കുന്ന പോലെ തന്നെ വളവും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കുറച്ചധികം വളം റൺ ഓഫ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് വളം ഭൂമിക്കടിയിലേക്കും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളനഷ്ടവും ഇതിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല ധാരാളം കൃഷിഭൂമിയുള്ള കർഷകന് ഈ വളം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള കൂലി ചെലവും ഗണ്യമായി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഫെർട്ടിഗേഷൻ സംവിധാനത്തിന് പ്രധാനമായിട്ടും 3 ഉപകരണങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെഞ്ചുറി സംവിധാനം, ഫെർട്ടിലൈസർ പമ്പ്, അതുപോലെ ഫെർട്ടിലൈസർ ടാങ്ക് എന്നീ 3 സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെർട്ടിഗേഷൻ സാധ്യമാക്കാം. ഇതാണ് ഫെർട്ടിഗേഷൻ യൂണിറ്റിന്റെ ഒന്നാമത്തെ പ്രായോഗികമായി കർഷകർ എല്ലാം ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ് 3/4 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പമുള്ള വെഞ്ചുറി സംവിധാനം. വെഞ്ചുറിക്ക് നമ്മൾ അറിയേണ്ടത് ഒരു ഇൻലെറ്റ് പൈപ്പ്, ഒരു ഔട്ട്ലെറ്റ് പൈപ്പ്, അതുപോലെ ഒരു സക്ഷൻ പൈപ്പ്. ഇതിൽ തന്നെ ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ത്രോട്ട് സെക്ഷൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ വ്യാസം, അതായത് ഏരിയ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടറിന്റെ വെലോസിറ്റി, പ്രവേഗത്തിന്റെ അളവ്, ത്തിന്റെ പ്രവേഗത്തിന്റെ അളവ് വളരെ കൂടുതലായും അതേസമയം ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാക്വം കൊണ്ട്, നെഗറ്റീവ് വാക്വം പ്രഷറിൽ നമ്മൾ ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ കാരിയർ സിസ്റ്റത്തിൽ നമ്മൾ വെള്ളവും വളവും അടങ്ങിയിരിക്കുന്ന ലായനി കലക്കി വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മർദ്ദ വ്യതിയാനത്താൽ ഈ വെള്ളവും വളവും അടങ്ങുന്ന ലായനി സക്ക് ചെയ്യപ്പെടുകയും ഔട്ട്ലെറ്റ് പൈപ്പുകൾ വഴി ഇത് പുറത്തേക്ക് പോകപ്പെടുകയും ചെയ്യുന്നു. അതായത് ഇൻലെറ്റിലൂടെ വരുന്ന വെള്ളം നമുക്ക് ഇതിൽ മെയിൻ വാൽവ് നമ്മൾ പകുതി തുറക്കുക, അതിനുശേഷം ഈ ഇൻലെറ്റും ഔട്ട്ലെറ്റും നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പകുതി തുറന്നിരിക്കുന്ന വാൽവിലൂടെ വരുന്ന വെള്ളം ഇതിലൂടെ ഇറങ്ങുകയും ബക്കറ്റിലുള്ള ലായനി വലിച്ചെടുക്കുകയും പിന്നീട് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി മെയിൻ പൈപ്പുകളിലൂടെ, ജലസേചന പൈപ്പുകളിലൂടെ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതായിട്ട് ഉപയോഗിക്കേണ്ടത് ഫെർട്ടിലൈസർ പമ്പ് അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ എന്നാണ് ഇത് പറയുന്നത്. പിസ്റ്റൺ പമ്പുകൾ അടങ്ങിയിട്ടുള്ള ഇത്തരം സംവിധാനത്തിൽ നമുക്ക് സാധാരണ രീതിയിൽ മർദ്ദ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വെഞ്ചുറി സംവിധാനത്തിൽ മർദ്ദ വ്യതിയാനത്തിനനുസരിച്ച് സക്ഷൻ റേറ്റ് വേരി ചെയ്യുകയും ഡിസ്ചാർജ് റേറ്റ് അതിനനുസരിച്ച് വ്യത്യാസപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെള്ളത്തിൽ ഉണ്ടാകുന്ന പ്രവേഗത്തിലുള്ള അതായത് വെള്ളത്തിലെ മർദ്ദത്തിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ പമ്പ് ഇഞ്ചക്ടറിൽ എന്താണ്, പിസ്റ്റൺ പമ്പുകൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് സക്ഷൻ റേറ്റ് നമ്മൾ നിശ്ചയിക്കപ്പെട്ട അളവിലുള്ള രാസലായനി നമുക്ക് സക്ക് ചെയ്യുന്നതിനും അതുപോലെ ഡിസ്ചാർജ് ചെയ്യാനും പോസിബിൾ ആണ്. പക്ഷെ സാധാരണ രീതികളിൽ പമ്പ് ഇഞ്ചക്ടേഴ്സ് നമ്മൾ കർഷകർ ഉപയോഗിക്കുന്നത് കാണാറില്ല. കാരണം ഇതിന്റെ തുക വളരെ കൂടുതലാണ്. 10,000 രൂപയോളം ഏകദേശം ഇതിന്റെ വില വരും. അതേസമയം നമുക്ക് 100 മീറ്റർ സ്ക്വയറിൽ താഴെ, സാധാരണ ഇപ്പോൾ മഴമറകൾ വ്യാപകമായി സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി കൃഷിക്കാർ
കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്, സ്ട്രക്ചേഴ്സ് നിർമ്മിക്കാറുണ്ട്. ഇപ്പൊ 100 മീറ്റർ സ്ക്വയറോ 2.5 സെന്റിലേക്ക് താഴെ വരുന്ന കൃഷിഭൂമിയിലേക്ക് ചിലപ്പോൾ വെഞ്ചുറി പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവായിരിക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ പമ്പ് ഇഞ്ചക്ടർ ഉപയോഗിച്ചുകൊണ്ട് 2.5 സെന്റിലേക്കും, അതായത് 100 മീറ്റർ സ്ക്വയർ വരുന്ന പ്രദേശത്തിലേക്കോ അതിൽ കുറവിലേക്കോ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അതേസമയം തന്നെ കൂടി വരുന്ന 1 ഹെക്ടർ ഏരിയയിലേക്കും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഫെർട്ടിലൈസർ ടാങ്കിൽ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ന്യൂനത എന്ന് പറയുന്നത് ലായനിയുടെ ഗാഢതയിൽ വരുന്ന വ്യത്യാസമാണ്. ആദ്യം ഗാഢത കൂടിയ ലായനി കുറഞ്ഞ് പിന്നീട് ഗാഢത കൂടിയും വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഗാഢതയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് നമ്മൾ വളവും അടങ്ങിയ ലായനി ചെടികളിൽ എത്തിക്കുക. അപ്പൊ പല ചെടികൾക്കും പല രീതിയിലായിരിക്കും ജലവളസേചനം, അതായത് ഫെർട്ടിഗേഷൻ നൽകപ്പെടുന്നത്. അപ്പൊ അതൊരു ന്യൂനതയാണ്. ആയതിനാൽ ഫെർട്ടിലൈസർ ടാങ്കിനെ അപേക്ഷിച്ച് വെഞ്ചുറിയാണ് ഏറ്റവും നല്ല സംവിധാനം. എന്നാൽ കൂടുതൽ കൃത്യതയോടുകൂടി സക്ഷൻ ആയിട്ട് പമ്പ് ഇഞ്ചക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. ഇനി അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വിവിധ വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് നൈട്രജൻ നമ്മൾ പ്രദാനം ചെയ്യണമെങ്കിൽ അമോണിയം സൾഫേറ്റ്, ഡൈഅമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എന്നിവയും, ഫോസ്ഫറസിനാണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്, ഡൈഅമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, മറ്റ് ദ്രവരാസവളങ്ങൾ നമുക്ക് ഇതിലൂടെ നൽകാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ വെഞ്ചുറി സംവിധാനം മെയിൻ പൈപ്പിന് സമാന്തരമായിട്ട് ആണ് ഫിക്സ് ചെയ്യാറ്. അതുപോലെ അരിപ്പകൾ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്, മണലരിപ്പകൾ വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് കമ്പനം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി പരിപാലനം, എന്തൊക്കെയാണ് പരിപാലനങ്ങൾ? ഡ്രിപ്പറുകളുടെ നിർഗമനം, പൈപ്പുകളുടെയും വാൽവുകളുടെയും പ്രവർത്തനം എന്നിവ നമ്മൾ ക്രമമായി നിരീക്ഷിക്കണം. അതായത് ഡ്രിപ്പറിൽ നിന്നും നമ്മൾ പമ്പ് ഓൺ ചെയ്തതിനു ശേഷം 1 ഹെക്ടർ കൃഷിഭൂമിയിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഒരേ സമയം ആദ്യത്തെ ചെടിക്കും അവസാനത്തെ ചെടിക്കും ജലം നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ മേന്മ. സാധാരണ 1 ഹെക്ടർ കൃഷിഭൂമിയിൽ മാനുവലി ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സമയം എടുത്തായിരിക്കും 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ ഇറിഗേഷൻ ചെയ്യുക. പക്ഷെ ആ രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ പമ്പ് ചെയ്യപ്പെടുന്ന ജലം ലാറ്ററലുകളിലൂടെ എമിറ്ററുകൾ വഴി പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ ഡ്രിപ്പറുകളിലൂടെ കൃത്യമായിട്ട് വെള്ളം പുറത്ത് വരുന്നു തന്നെ പൈപ്പുകളുടെയും വാൽവുകളുടെയും പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ ഡ്രിപ്പറുകൾ ശരിയായ സ്ഥാനത്തിൽ തന്നെയാണ്. പല കൃഷിസ്ഥലങ്ങളിൽ ചിലപ്പോൾ ലാറ്ററുകൾ വരികളിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ ഡ്രിപ്പറുകളുടെ അറ്റം എൻ ക്യാപ്പ് ഇട്ട് സീൽ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ ഒരു കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടിംഗ് പോൾസ് കൊടുത്ത് അത് കെട്ടിവെക്കുകയാണെങ്കിൽ എവിടെയും മാറിപ്പോകാതെ അവിടെ തന്നെ അത് ലാറ്ററലുകൾ വരികളിലോട് ചേർന്ന് തന്നെ ഇരിക്കും. അതുപോലെ എല്ലാ ഡ്രിപ്പറുകളിൽ നിന്നും വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഫിൽറ്ററുകൾ വൃത്തിയായി ഫിൽറ്റർ എലമെന്റുകൾ എടുത്ത് ക്ലീൻ ചെയ്യുക. മെയിൻ പൈപ്പും സബ് മെയിൻ പൈപ്പിന്റെയും ഫ്ലഷ് വാൽവുകൾ കൃത്യമായി തുറന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യുക. അതുപോലെ ലാറ്ററലുകളുടെ എൻ ക്യാപ്പുകൾ ഊരി ഫ്ലഷ് ഔട്ട് ചെയ്യുക. ഇതെല്ലാം അതിപ്രാധാന്യമുള്ള പരിപാലന മുറകളാണ്. ഇവ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഒരു വിള കഴിഞ്ഞ്, അതായത് ഒരു ക്രോപ്പ് സീസൺ കഴിഞ്ഞ് വിളവെടുക്കുമ്പോൾ കഴിഞ്ഞ് അടുത്ത സീസണിലേക്ക് ചിലപ്പോൾ മാലിന്യങ്ങൾക്കനുസരിച്ച് ഇത് ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. രാസപ്രയോഗം, അതായത് നമുക്ക് ക്ലോറിൻ ട്രീറ്റ്മെന്റും ആസിഡ് ട്രീറ്റ്മെന്റും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അമ്ലപ്രയോഗം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് 30% ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. pH എപ്പോഴും 2 തൊട്ട് 4 വരെ നമ്മൾ ക്രമീകരിച്ച് വേണം അത് നടപ്പിലാക്കാൻ. അതുപോലെ ക്ലോറിൻ പ്രയോഗം, ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് നമുക്ക് 35% കോൺസെൻട്രേഷൻ ഉള്ള ബ്ലീച്ചിങ് പൗഡർ കടയിൽ നിന്ന് ലഭ്യമാകുന്ന ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാം. അപ്പോൾ ക്ലോറിൻ പ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 20 ppm ഗാഢത നിലനിർത്താനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ ഒരു ക്രോപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ക്ലോറിൻ ട്രീറ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ 50 ppm കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ്. വിവിധ വിളകളിലെ ജലസേചന രീതികളാണിത്. വേരിന്റെ വളർച്ച, മാവിൽ നമ്മൾ ചെയ്തിരിക്കുന്നതിന്റെ ജലസേചന സംവിധാനങ്ങൾ, ഫ്രൂട്ട് ട്രീസ്, മാതളം, പപ്പായ, റെഡ് ലേഡി പപ്പായ ഒരു കാലത്ത് നമ്മൾ വളരെ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരുന്ന ഒരു വിളയായിരുന്നു. എല്ലാ വിളകൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പല ഘട്ടങ്ങളിലായി നെൽകൃഷിയിലും ഇത്
ഡിഫറെന്റ് ഇറിഗേഷൻ മെത്തേഡ്സ് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അതുപോലെ ഉള്ളി, സവോള വളരെ വില കൂടിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാത്തരം ഹൈ വാല്യൂ ലോ വോളിയം ക്രോപ്സിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്ന് വെള്ളം തെറിച്ച് ഉപരിതലത്തിൽ, അതായത് ജലസേചനം ഒരു ചുറ്റളവിൽ വെള്ളം പുറത്തേക്ക് വരുന്ന ഒരു സംവിധാനമാണ്. കാർഷിക സർവകലാശാലയുടെ ഒരു കണ്ടുപിടുത്തമാണ് ബബ്ലർ. ഈ രീതിയിലാണ് ജലം പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുക. വാഴകൾക്ക് സാധാരണയായി ഉപയോഗിച്ചിരുന്നു. വിവിധ എക്യുപ്മെന്റ്സ് ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ. മൈക്രോ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് വെള്ളം അല്പാൽപമായി ചെടികൾക്ക് ചുറ്റുമായിട്ട് മഴയുടെ രൂപത്തിൽ സ്പ്രേ ചെയ്യുന്ന സംവിധാനമാണ്. ഇതൊരു ഹൈ പ്രഷർ സിസ്റ്റം ആണ്. കുറഞ്ഞ മർദ്ദം എന്ന് പറയുന്നത് 1 മുതൽ 2 kg/cm² ആണ്. നിർഗമന ശേഷി 35 മുതൽ 250 ലിറ്റർ/അവർ. അതായത് നമുക്ക് 60% വെള്ളം ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും. മിസ്റ്റും ഫോഗറുകളും സാധാരണയായി ഗ്രീൻ ഹൗസുകളിൽ താപനില ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിസ്റ്റും ഫോഗറും ഉപയോഗിക്കുന്നത്. ഫോഗറുകൾ 28 ലിറ്റർ/അവർ മണിക്കൂറിൽ ഡിസ്ചാർജ് റേറ്റ് ഉള്ളവ. അതിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 70 തൊട്ട് 100 രീതികളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും മിസ്റ്റും ഫോഗറുകളും. അതുപോലെ പോപ്പ് സ്പ്രിംഗ്ലേഴ്സ് ആണ്. പോപ്പ് സ്പ്രിംഗ്ലേഴ്സിന്റെ ഒരു ചിത്രമാണ്. സാധാരണ മർദ്ദം നമുക്ക് സ്പ്രിംഗ്ലറുകൾക്ക് 1.4 to 4.8 kg/cm² ആണ്. പല റേഡിയസിലുള്ള വെറ്റിംഗ് റേഡിയസ് ഉള്ള സ്പ്രിംഗ്ലേഴ്സ് അവൈലബിൾ ആണ്. റെയിൻ ഗൺസ് വരെ, ഹെവി ലാർജ് വോളിയം സ്പ്രിംഗ്ലേഴ്സ്, അതായത് റെയിൻ ഗൺസ് വരെ നമുക്ക് നിലവിൽ ലഭ്യമാണ്. നിർഗമന ശേഷി 50 മുതൽ 1200 ലിറ്റർ ആണ് മണിക്കൂറിൽ. ബ്രാസിന്റെ സ്പ്രിംഗ്ലേഴ്സും നമുക്ക് നിലവിൽ വിപണിയിൽ ലഭ്യമാണ്. ധാരാളം കാലം ട്വിൻ നോസിൽ ടൈപ്പ് വളരെയധികം ിവ ഇടവിളകളുള്ള തെങ്ങിൻ തോപ്പ്, കവിങ്ങിൻ തോപ്പ്, പുൽത്തകിടി എന്നിവയിലേക്ക് ഇവ അനുയോജ്യമാണ്. മർദ്ദം 2 മുതൽ 3.5 kg/cm² ആണ്. റേഡിയസ് 10 മീറ്റർ മുതൽ 16 മീറ്റർ ആണ്. സാധാരണ ഇതിന്റെ നിർഗമന ശേഷി 1500 മുതൽ 2600 ലിറ്റർ/അവർ. ഇനി പുതിയൊരു ജലസേചന സംവിധാനം പെർഫറേറ്റഡ് പൈപ്പ് സിസ്റ്റം അഥവാ റെയിൻ ഹോസ് സ്പ്രേ ഇറിഗേഷൻ. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ പ്രവർത്തന മർദ്ദം 1 kg/cm² ആണ്. അതുപോലെ തന്നെ അതിന്റെ സ്പ്രേയുടെ അതായത് ലെങ്ത്, അതായത് നമ്മൾ ലാറ്ററൽ നിർഗമന ശേഷി മിനിറ്റിൽ 1 മീറ്ററിൽ നിന്നും 1 ലിറ്റർ ആണ്. അതായത് 1 kg/cm² പ്രവർത്തന മർദ്ദം പമ്പിലൂടെ ലഭ്യമാകുമ്പോൾ ഒരു 2 ഇഞ്ച് ടി കണക്ടറിലൂടെ വരുന്ന ജലം, അതുപോലെ തന്നെ ടേക്ക് ഓഫ് വാൽവ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ സാധാരണ ഡ്രിപ്പ് ടേപ്പുകൾ പോലെയുള്ള ലാറ്ററൽ പൈപ്പുകളിൽ നിന്നും സിക്സാക് മോഡലിൽ നാനോ പഞ്ചിങ് ഹോൾസ് അതിൽ ഉണ്ടായിരിക്കും. അതിലൂടെ സ്പ്രേയിങ് വിഡ്ത്ത് 5 മീറ്ററും സ്പ്രേയിങ് ഹൈറ്റ് 2 മീറ്റർ എന്നുള്ള രീതിയിൽ ധാരാളം വെള്ളം പുറത്തേക്ക് എജക്ട് ചെയ്യപ്പെടുന്നു. സിറിയൽസിന് വളരെയധികം ഉപയോഗമാണ്. അതായത് നെല്ല്, ഗോതമ്പ്, മറ്റ് ഇടവിളകൾ, തീറ്റപ്പുല്ല് എന്നിവയ്ക്കെല്ലാം ഇത് നമുക്ക് വ്യാപകമായി ഉപയോഗിക്കാം. ഇതാണ് റെയിൻ ഹോസ് ടേപ്പിന്റെ ഒരു മാതൃക. ഇത് എൻഡ് ക്യാപ്പ് ആണിത്. അത് PVC ടേക്ക് ഓഫ് വാൽവ്, അതുപോലെ സ്ട്രേറ്റ് കണക്ടേഴ്സ്, 4-വേ കപ്ലേഴ്സ്, വിവിധ ഫിറ്റിങ്ങുകളുടെ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വിളകളിൽ നമ്മൾ റെയിൻ ഹോസ് സ്പ്രേ സംവിധാനം ഇട്ടിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ്. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം, സ്റ്റേറ്റ് സീഡ് ഫാം ചെറിയൻകീഴ്, ഉള്ളൂര് എന്നീ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ 6 മുതൽ 6 ഹെക്ടറോളം നെൽകൃഷിയിലേക്ക് ഈ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് കരനെൽ കൃഷിയിൽ KVKയിൽ നടപ്പിലാക്കിയിട്ടുള്ള റെയിൻ ഹോസ് സ്പ്രേ ഇറിഗേഷൻ സിസ്റ്റംസ് ആണ്. അതിന്റെ വിവിധ ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് അഗ്രികൾച്ചറൽ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി KVK യുവാക്കൾക്കായിട്ട് 1 മാസത്തെ പരിശീലനം നൽകി മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യന്മാര് KVK ലഭ്യമാണ്. ഇത് ഗ്രോ ബാഗ് കൃഷിയിലേക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യുന്നതിന്റെ വിവിധ ചിത്രങ്ങളാണ്. അപ്പം ലാറ്ററൽ പൈപ്പുകളിൽ നിന്നും പിന്നുകൾ കണക്ട് ചെയ്ത് മൈക്രോ ട്യൂബ് വഴി സ്റ്റേക്ക് വഴി സപ്പോർട്ട് ചെയ്ത് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറിലൂടെ നമുക്ക് ജലം കൃത്യമായിട്ട് ഗ്രോ ബാഗുകളിൽ എത്തിക്കാനായിട്ട് സാധിക്കും. KVK ഡിസൈൻ ചെയ്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ടൈമർ ആണ്. 7 പ്രോഗ്രാമിംഗ് ടൈംസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സബ്മേഴ്സിബിൾ പമ്പിൽ നിന്നും വരുന്ന കണക്ഷൻ ടൈമറിന്റെ ഔട്ടിലേക്കും ടൈമറിന്റെ ഇൻ സപ്ലൈയിലേക്കും കൊടുത്തതിന് ശേഷം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്തിൽ കൃത്യമായിട്ട് ജലസേചനം സാധ്യമാക്കാനായിട്ട് പറ്റും.